എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ മാത്രമല്ല അഭിനന്ദനങ്ങൾ കൂടി ആദ്യം പറയട്ടെ. കാരണം ഇത്തരം ഒരു വിഷയം ചർച്ച ചെയ്യാനായിട്ട് നിങ്ങൾ താല്പര്യം കാണിക്കുകയും അതിനുവേണ്ടി ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാനായിട്ട് തയ്യാറാവുകയും ചെയ്തു എന്നുള്ളത് തന്നെ അഭിനന്ദനാർഹമാണ്. കാരണം പൊതുവെ ആളുകളൊന്നും ചർച്ച ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. ആളുകൾക്ക് കേൾക്കാനായിട്ട് ഇഷ്ടമില്ലാത്ത വിഷയങ്ങളിൽപ്പെട്ട ചിലതൊക്കെയാണ്. എന്തിന് ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് സമയം കളയണം എന്നുള്ള ഒരു ചോദ്യം പലരുടെയും മനസ്സിലുണ്ട് ഒരു വശത്ത്. മറുവശത്ത് ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാവുകയില്ല. അത് പഠിക്കാൻ, ചിന്തിക്കാൻ, ആലോചിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ചില വിഷയങ്ങളാണ്. എല്ലാം എളുപ്പത്തിൽ നടക്കണം എന്ന് ചിന്തിക്കുന്ന കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിക്കാൻ വേണ്ടി മെനക്കെടുന്നത് തന്നെ ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയമല്ല, ഇതുമായിട്ട് സമാനതയുള്ള ഒരു വിഷയം ഞങ്ങളൊരു ബൈബിൾ ക്ലാസ്സിലിങ്ങനെ എടുത്തപ്പോൾ ബൈബിൾ ക്ലാസ്സിലിങ്ങനെ സന്ദർഭവശാൽ അത്തരത്തിലുള്ള ഒരു ക്ലാസ് വന്നതാണ്. അപ്പൊ എബ്രായലേഖനം 11-ാം അധ്യായം വളരെ പ്രസിദ്ധമായ അധ്യായമാണല്ലോ. അപ്പൊ അതില് ഈ ദൃശ്യമായ പ്രപഞ്ചത്തിന് അദൃശ്യമായ കാരണങ്ങളുണ്ട് എന്നുള്ള വാക്യമുണ്ടല്ലോ, വളരെ പ്രസിദ്ധമായ വാക്യം. ഈ ദൃശ്യമായ ലോകത്തിന് കാരണം അദൃശ്യമാണ് എന്നുള്ള ദൈവത്തിന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് അറിയുന്നു എന്നുള്ള പ്രസിദ്ധമായ വാക്യം. അപ്പൊ ആ വാക്യം എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് ചിലത് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് കുറച്ച് അക്രമമായി പോയി എന്നെനിക്ക് തോന്നി. എന്നുവെച്ചാൽ ഇത് ആ തരത്തിൽ ചിന്തിക്കാൻ അല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള ശാസ്ത്രീയമായ താത്വികമായിട്ടുള്ള അടിത്തറകളെ കുറിച്ച് ചിന്തിക്കാനൊന്നും ആളുകൾക്ക് താല്പര്യമില്ല. അപ്പോൾ ഇത് എന്തായാലും അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ശേഷം ഒരു വലിയ ചർച്ചയുണ്ടായി. പ്രത്യേകിച്ച് കുറെ സഹോദരിമാർ പലതരം ചോദ്യങ്ങളുമായിട്ട് മുന്നോട്ട് വന്നു. അപ്പൊ അതൊരു വലിയ ലൈവ്ലി ആയിട്ടുള്ള ഡിസ്കഷനിലേക്ക് പോയി. അപ്പൊ എന്തായാലും എൻ്റെ ഭാര്യ അതിനുശേഷം എന്നോട് പറഞ്ഞു, ഞാനിത് കുറെ നാളായിട്ട് പറയാനിരിക്കുകയായിരുന്നു, ഈ ആളുകളെ ബോറടിപ്പിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആളുകളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് ഞാൻ പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. എന്തായാലും ആരൊക്കെ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് അതൊരു ലൈവ് ഡിസ്കഷനായിട്ട് മാറി, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായി തീർന്നേനെ എന്ന് പറഞ്ഞു. അപ്പൊ എവിടെയും ഇത് പ്രശ്നമാണ്. ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാനോ ചിന്തിക്കാനോ ഒന്നും ആളുകൾക്ക് താല്പര്യമില്ല, മനസ്സുമില്ല, സമയവുമില്ല. പക്ഷേ ചില ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മിണ്ടാതിരിക്കാൻ, പ്രതികരിക്കാതിരിക്കാൻ വയ്യാത്ത വിധം അത്രമാത്രം അത് നമ്മുടെ ഉള്ളിലേക്ക് തറയ്ക്കുന്ന ചോദ്യങ്ങളായിട്ട് തീരുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പത്രങ്ങളായാലും മറ്റ് ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചാലും, ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ചവറ് പോലെ വരുന്ന എഴുത്തുകളൊക്കെ വായിച്ചാലും വളരെ ആധികാരികമെന്ന് തോന്നുന്ന രീതിയിലുള്ള എത്ര ശുദ്ധ അബദ്ധങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തിപ്പെടുന്നത്. നമ്മൾ ഒരു ചോദ്യം ചെയ്യാതെ അവ അംഗീകരിക്കുകയും വായിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ ഏറ്റവും പ്രസിദ്ധമായ ഏത് പത്രമെടുത്താലും നമ്മൾ കാണുന്ന കാര്യം എന്താണ്? വായിക്കുന്ന വാർത്ത എന്താണ്? മനുഷ്യനെ കുറിച്ചോ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ കുറിച്ചോ ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന ആദ്യത്തെ സെന്റൻസുകൾ എങ്ങനെയായിരിക്കും എന്നറിയാമോ? മിക്കവാറും എല്ലാം ഒരുപോലെ തുടങ്ങുക ഏകദേശം. എന്ന് വെച്ചാൽ 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചമുണ്ടായി. വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ആദ്യമേ തുടങ്ങുന്നത്. പിന്നെ അതിനുശേഷം പല കാരണങ്ങളാൽ പല കാര്യങ്ങളൊക്കെ നടന്നു. അതിനുശേഷം ഈ കാണുന്നതായിട്ടുള്ള രീതിയിൽ ഈ ഭൂമി രൂപപ്പെട്ടു. അതിൽ നിന്ന് ഏതാനും മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ ഒരു 2 അല്ലെങ്കിൽ 3 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനുണ്ടായി. അതിനു മുമ്പ് ഹോമോ എറക്ടസ് ഉണ്ടായി. അതിനുശേഷം ഹോമോ സാപ്പിയൻസ് ഉണ്ടായി. ഇപ്പൊ പുതിയ തിയറി വന്നു, സാപ്പിയൻസ് എന്നൊരു നോവലൊക്കെ വന്ന് വളരെ പ്രസിദ്ധമായി. അതിൽ മനുഷ്യൻ ഈ കാണുന്ന ഹോമോ സാപ്പിയൻസിന് മുമ്പ് മറ്റൊരു സാപ്പിയൻസ് ഉണ്ടായിരുന്നു. അവരും ഈ ഹോമോ സാപ്പിയൻസ് തമ്മിൽ ഫൈറ്റ് ചെയ്തിട്ട് അവസാനം നമ്മൾ ബാക്കിയായി, മറ്റവരെ തോൽപ്പിച്ചു എന്നൊക്കെയാണ് തിയറി പറയുന്നത്. അങ്ങനെ പോകുന്നു. പിന്നെ അതിനോട് ചേർത്ത് ഒരുപാട് ഭാവനകൾ ചേർത്ത് വളരെ മനോഹരമായിട്ടുള്ള കഥയാക്കി വയ്ക്കുന്നു. അപ്പൊ ഇത് എല്ലാവരും അംഗീകരിച്ചതും ഒരു സംശയവും ആർക്കും തോന്നാത്ത വിധത്തിൽ കൃത്യമായിട്ട് തെളിയിക്കപ്പെട്ടതും എല്ലാ എവിഡൻഷ്യൽ പ്രൂഫുമുള്ള ഒരു കാര്യമായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഇത് വായിക്കുന്നു, നമ്മൾ വായിക്കുന്നു. നമുക്ക് യാതൊരു പ്രശ്നവുമില്ല അത് വായിച്ചു പോകാനായിട്ട്. അതിനെക്കുറിച്ച് വായിക്കാനായിട്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം നമ്മുടെ കാര്യങ്ങളൊക്കെ ഞായറാഴ്ചകളിൽ നടന്നു പോകുമല്ലോ. ഞായറാഴ്ചകളിൽ എത്തുമ്പോൾ നമ്മൾ ലോകത്തെ സൃഷ്ടിച്ച ദൈവത്തെക്കുറിച്ച് പറയും. നീയാണ് സർവശക്തൻ, നീയാണ് വലിയവൻ, നീ ഉണ്ടാക്കിയതാണ് ഈ പ്രപഞ്ചം, നിന്റെ കൈവേലയാണെന്ന് പറയും. സ്കൂളിൽ പോയിട്ട് നമ്മൾ പറയും 13.8 ബില്യൺ ഇയേഴ്സിന് മുമ്പ് ഭൂമി ഉണ്ടായി, പ്രപഞ്ചമുണ്ടായി, പൊട്ടിത്തെറിച്ചുണ്ടായി എന്ന് നമ്മൾ പറയും. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒട്ടും തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ നമുക്കതൊരു പ്രശ്നമായിട്ട് തന്നെ തോന്നാറേ ഇല്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അതിന്റെ പിന്നിലുള്ള
ഒരു സംഘർഷം നമുക്കങ്ങനെ അനുഭവിക്കാനായിട്ട് പലപ്പോഴും തോന്നിയിട്ടില്ല. അപ്പോ അങ്ങനെ കണ്ട് വെറുതെ വിടാൻ പറ്റുന്ന, അത്രമാത്രം എളുപ്പത്തിൽ തള്ളിക്കളയാൻ പറ്റുന്ന, ഇല്ലെങ്കിൽ ഇവർ പറയുന്നതാണോ സത്യം, നമ്മൾ പറയുന്നതാണോ സത്യം എന്ന് അന്വേഷിക്കാനായിട്ട് അല്പമെങ്കിലും മെനക്കെടാൻ തയ്യാറാവാതെ ഇരിക്കുന്നത് ഒട്ടും യോഗ്യമായ കാര്യമല്ല. പ്രത്യേകിച്ച് നമ്മളെ പോലെ ആളുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് എന്തെങ്കിലും ഉത്തരങ്ങൾ പറയാനുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിവാദങ്ങൾ ഇതിന് നടത്താനുണ്ടാവും. പൗലോസിന്റെ രീതി എങ്ങനെയായിരുന്നു? പൗലോസ് പ്രസംഗിച്ചപ്പോഴൊക്കെ പൗലോസിന്റെ പ്രസംഗത്തെ കുറിച്ചൊക്കെ അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുമ്പോൾ ഹി റീസൺഡ് വിത്ത് ദം എന്നാണ്. ഹി റീസൺഡ് വിത്ത് ദം എന്ന് വെച്ചാൽ വെറുതെ പ്രസംഗിക്കുകയല്ല, അങ്ങനെ ഒരു കവലപ്രസംഗം പോലെ വളരെ ശക്തമായ ഭാഷയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രാഷ്ട്രീയക്കാർ പറയും പോലെ അങ്ങനെ പറഞ്ഞിട്ട് പോവുകയല്ല ഇത്. റീസണിങ് ആണ്. റീസണിങ് എന്ന് വെച്ചാൽ ചോദ്യങ്ങൾ ചോദിക്കുക, ഉത്തരങ്ങൾ പറയുക, അവരുടെ വാദം കേൾക്കുക, നമ്മുടെ വാദം കേൾക്കുക, അവസാനം വളരെ ശക്തമായിട്ടുള്ള വാദങ്ങൾ നിരത്തി ശക്തമായിട്ടുള്ള തെളിവുകൾ മുമ്പിൽ വെച്ച് കൊടുത്തുകൊണ്ട് അവരുടെ ചിന്തകളെ പിടിച്ച് കൊണ്ടുവന്ന് അവരിലേക്ക് ഈ സത്യങ്ങളെ സന്നിവേശിപ്പിച്ച് അവരെ കൊണ്ട് ചിന്തിക്കാൻ പ്രേരിപ്പിച്ച് അവരെ ആ ഒരു ബോധ്യങ്ങളിലേക്ക് നടത്തുന്ന രീതിയായിരുന്നു പൗലോസ് അപ്പോസ്തലന്റെ രീതി. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് അതിൽ നിന്ന് ഓടി ഒളിക്കുന്നു, നമ്മൾ എന്തിനാണ് മാറി നിൽക്കുന്നത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തായാലും നിങ്ങൾ ഇത്തരമൊരു സെമിനാർ സംഘടിപ്പിക്കാനായിട്ട് തയ്യാറായതിൽ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ ഒരു അഭിനന്ദനം പറഞ്ഞത്. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചുറ്റും കാണുകയും കേൾക്കുകയും ശാസ്ത്രീയം എന്നുള്ള രൂപത്തിൽ, ശാസ്ത്രം എന്നുള്ള വേഷത്തിൽ നമ്മുടെ മുമ്പിലേക്ക് വരികയും ചെയ്യുന്ന ഈ കാര്യങ്ങൾ, പ്രപഞ്ചത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, ദൈവനിരാസ സങ്കല്പങ്ങളെ കുറിച്ചൊക്കെയുള്ള ഈ ചിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അതിന് എന്ത് ഉത്തരമാണ് നമുക്ക് നൽകാനുള്ളത്? അത് നമ്മുടെ വിശ്വാസത്തെ തന്നെ പിടിച്ചുലയ്ക്കുന്ന രീതിയിൽ ശക്തമായി നിൽക്കുമ്പോൾ നമുക്ക് എന്ത് മറുപടി പറയാനുണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള ആയിരിക്കണം ഇതിന്റെ പിന്നിൽ ഏറ്റവും ബുദ്ധിമുട്ടേണ്ടത്. എന്നാൽ ഏറ്റവും കുറച്ച് ബുദ്ധിമുട്ടുള്ളത് അവർക്കാണ്. കാരണം അവർക്ക് ഇത് രണ്ടിനെയും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ നല്ല തഴക്കം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഈ കാലങ്ങൾ കൊണ്ട് തന്നെ. ഇതൊരു ഒരു പ്രശ്നമേ അല്ലാത്ത രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടെ പഴയ ആളുകൾക്കാണ് ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ എന്ന് തോന്നുന്നത്. കാരണം ഈ പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്ന സാധനത്തിന് അങ്ങനെ ഗുണമുണ്ട്. എന്ന് വെച്ചാൽ ആർക്കും എന്തും പറയാം, ഏത് നിലപാടും സ്വീകരിക്കാം. അത് വിശ്വാസത്തിന്റെ കാര്യത്തിലും രക്ഷയുടെ കാര്യത്തിൽ പോലും അത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നവും തോന്നിയില്ല. ഇങ്ങനെ ചിന്തിച്ചാലോ ഉത്തരം കൊടുത്തില്ലെങ്കിലും ഒന്നും പ്രശ്നമൊന്നുമില്ല. നിനക്കത് വിശ്വസിക്കാം, എനിക്കത് വിശ്വസിക്കാം, അത് വിശ്വസിച്ചാലും കുഴപ്പമില്ല, ഇത് വിശ്വസിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ ഉള്ള നിലപാടുകൾ എടുക്കാനായിട്ട് ആളുകൾക്ക് പൊതുവെ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ ചുറ്റും നമ്മൾ കേൾക്കുമ്പോൾ അത് വളരെ ശാസ്ത്രീയം എന്ന മട്ടിൽ നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്ത് ഉത്തരം പറയും? ലോകം അംഗീകരിച്ച വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സയന്റിസ്റ്റാണ് നീൽ ടൈസൺ. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന ചില പ്രസ്താവനകൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഒരു ആസ്ട്രോഫിസിസിസ്റ്റ് ആണ് നീൽ ടൈസൺ. അദ്ദേഹം പറയുകയാണ്, 13.798 വളരെ കൃത്യമാണല്ലോ, ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലെ മുഴുവൻ ഊർജവും ദ്രവ്യവും ഇടവും ഒരു സൂക്ഷ്മ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചിരുന്നു. അവിടെ വിശദീകരണത്തിനപ്പുറത്തുള്ള അളവിൽ താപം നിറഞ്ഞിരുന്നു. നമുക്കറിയാത്ത എന്തോ കാരണത്താൽ പ്രപഞ്ചം വികസിക്കാൻ ആരംഭിച്ചു. ഭൗതിക ശാസ്ത്രത്തിന്റെ അറിയാവുന്ന സിദ്ധാന്തങ്ങൾ ഒന്നും ബാധകമല്ലാതിരുന്ന ആ കാലത്ത് തമോഗർത്തങ്ങൾ പൊടുന്തനവയുണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്തു. സ്പേസും കാലവും അത്യന്തം വളയുകയും അതിൽ നിന്ന് സ്പോഞ്ച് പോലുള്ള ദ്രവ്യം ഉളവായി വരികയും ചെയ്തു. ആ കാലഘട്ടത്തിൽ ഐൻസ്റ്റീനിന്റെ പൊതു ആപേക്ഷിക സിദ്ധാന്തമോ ഗുരുത്വാകർഷണ നിയമങ്ങളോ ക്വാണ്ടം മെക്കാനിക്സോ ഒന്നും വേർതിരിച്ചറിയുവാൻ കഴിയുമായിരുന്നില്ല. പ്രപഞ്ചം കൂടുതൽ വികസിക്കുവാനും തണുക്കുവാനും തുടങ്ങിയപ്പോൾ ഗുരുത്വാകർഷണം, ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, മറ്റ് ശക്തികളെ വിഭജിച്ചു. ശക്തി കൂടിയതും ശക്തി കുറഞ്ഞതുമായ ന്യൂക്ലിയർ ഫോഴ്സുകൾ, വീക്ക് ആൻഡ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സസ്, ഗുരുത്വാകർഷണ ശക്തി, ഇലക്ട്രോ കാന്തിക ശക്തി എന്നിവ പതിയെ രംഗത്ത് വന്നു. ദ്രവ്യവും പ്രതിദ്രവ്യവും തമ്മിൽ ഏറ്റുമുട്ടി. ചെറിയ മൂലകങ്ങൾ രൂപപ്പെട്ടു. ഗാലക്സികളും നക്ഷത്രങ്ങൾ രൂപപ്പെട്ടു. നക്ഷത്ര സമൂഹങ്ങൾ ഉളവായി. സൗരയൂഥം ഉളവായി. പിന്നീട് പല ബില്യൺ വർഷങ്ങൾ കഴിഞ്ഞു ഭൂമിയുടെ ഉപരിതലം ജീവൻ രൂപപ്പെടാൻ പറ്റിയ അവസ്ഥയിലേക്ക് വന്നു. ഭൂമിയുടെ സ്ഥാനം സൂര്യനിൽ നിന്നും കൃത്യമായ അകലത്തിലായതിനാൽ അവിടെ വെള്ളം ദ്രാവക രൂപത്തിൽ നിലനിന്നു. സൂര്യനിൽ നിന്നും അകന്നു പോയിരുന്നെങ്കിൽ വെള്ളം ഘനീഭവിച്ചു പോയേനെ. സൂര്യനോട് അടുത്തു പോയെങ്കിൽ ആവിയായും പോയേനെ. ധാതുക്കളും മൂലകങ്ങളും നിറഞ്ഞ സമുദ്രത്തിൽ നിന്ന് ആദ്യം ബാക്ടീരിയ പോലെയുള്ള ഏകകോശ ജീവികൾ രൂപപ്പെട്ടു. അനേക കോടി വർഷങ്ങൾ നീണ്ട പരിണാമ പ്രക്രിയയിലൂടെ സങ്കീർണമായ നിരവധി ജീവിവർഗങ്ങൾ ഉണ്ടായി. അവയിൽ നിന്ന് അവസാനം ബുദ്ധിയും ചിന്തയുമുള്ള ഹോമോസാപ്പിയൻസ് ഉളവായി. അതെ, ഈ പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട്. അതെ, ഈ പ്രപഞ്ചം പരിണമിച്ചു കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ഓരോ ആറ്റത്തിനും ബിഗ് ബാങ്ങിലേക്കും നക്ഷത്രങ്ങളിലെ ഉന്നത താപം നിറഞ്ഞ ആണവ ചൂളയിലേക്കും നീളുന്ന കഥകൾ പറയാനുണ്ട്. ഇത് നീൽ ടൈസൺ എന്ന ലോകോത്തര ആസ്ട്രോഫിസിസിസ്റ്റിന്റെ വളരെ പ്രസിദ്ധമായ ഒരു പ്രസംഗത്തിൽ നിന്നെടുത്ത ചില വരികളാണ്. ഇത് ലോകം ഒരുപാട് കേട്ട പ്രസംഗമാണ്.
അപ്പൊ ഇത് കേൾക്കുമ്പോൾ എത്ര വലിയ സത്യങ്ങളാണല്ലേ, എത്ര ശാസ്ത്രീയമായ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്, എത്ര കൃത്യമായ കണക്കുകളാണ് നമ്മുടെ മുമ്പിൽ നിരത്തുന്നത്. ഒരു പുതിയ ഒരു ആഖ്യാനം അങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കില്ല. പുതിയതല്ല, കുറച്ച് നാളായ ആഖ്യാനം തന്നെയാണ്. പക്ഷെ എങ്കിൽ ഇങ്ങനെയാണ് ഇവർ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് വെക്കുന്നത്. അപ്പോ ഇത് പറയുമ്പോ ഇത് കേവലം ഇങ്ങനെ പറഞ്ഞു വെക്കുക മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു നിലപാടനുസരിച്ച് ഇതിനെതിരെ നിൽക്കുന്നതൊക്കെ അശാസ്ത്രീയമാണെന്നും അത് അപക്വമാണെന്നും അത് ചിന്തയും ബുദ്ധിയും ഇല്ലാത്ത നിലപാടുകളാണെന്നും മറുവശത്ത് പറയുകയും ചെയ്യും. അപ്പൊ ഒരു വശത്ത് ഇവരുടെ സിദ്ധാന്തം അവർ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നു, ഇപ്പൊ പറഞ്ഞതുപോലെ, അതൊക്കെ. എന്നാൽ മറുവശത്ത് എന്ത് ചെയ്യുന്ന വെച്ചാല് ഇതിനെതിരെ പറയുന്ന, അല്ലെങ്കിൽ ഇതല്ല സത്യം എന്ന് പറയുന്ന, ഇതിന്റെ പിന്നിൽ ഒരു അദൃശ്യനായിട്ടുള്ള ദൈവമുണ്ട്, സർവശക്തനായ ദൈവമുണ്ട്, അദ്ദേഹത്തിന്റെ ബുദ്ധിയും ജ്ഞാനവും ഒക്കെയാണ് ഈ പ്രപഞ്ചത്തിലൂടെയും മനുഷ്യനിലൂടെയൊക്കെ വെളിപ്പെടുന്നത് എന്ന് നിലപാടെടുക്കുമ്പോൾ അതിനെ ശക്തമായിട്ട് എതിർക്കുന്നു. വെറും ശക്തമായിട്ട് എതിർക്കുക മാത്രമല്ല, ഈ ദൈവത്തെ കൂട്ടുവിളിക്കുന്ന, ദൈവത്തിന്റെ സഹായം തേടുന്ന നമ്മളൊക്കെ വളരെ അപരിഷ്കൃതരായിട്ടുള്ള ആളുകളാണെന്നും ചിന്തിക്കാത്ത ആളുകളാണെന്നും ശാസ്ത്രത്തിന് എതിര് നിൽക്കുന്ന ആളുകളാണെന്നും പറഞ്ഞ് ഇങ്ങോട്ട് കടന്നാക്രമിക്കുകയും ചെയ്യുന്നു. അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നിലപാടിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രതികരിക്കേണ്ട ഒരു സമയമായിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴൊരു അടുത്ത കാലത്തായിട്ട് പറയപ്പെടുന്ന ഒരു വാക്കാണ് നിയോ എത്തീസം എന്ന് പറഞ്ഞ വാക്ക്. ന്യൂ എത്തീസം എന്ന വാക്ക്. എത്തീസം എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തീസം എന്ന് പറഞ്ഞാൽ there is a God, ദൈവമുണ്ട് എന്നുള്ള വിശ്വാസമാണ്. എത്തീസം എന്ന് വെച്ചാൽ there is no God എന്നുള്ള ചിന്തയാണ്. അപ്പോ ചേർത്ത് കഴിഞ്ഞാൽ അപ്പോ എത്തീസം, അതിന് ന്യൂ എത്തീസം എന്ന് പറയും. എന്ന് വെച്ചാല് എത്തീസം പണ്ടേ ഉണ്ട്, ബൈബിളിലും ആ കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവമില്ല എന്ന് പറയുന്ന ആളുകളെ കുറിച്ച് ബൈബിളും പറയുന്നുണ്ട്. പക്ഷെ ന്യൂ എത്തീസത്തിന്റെ പ്രത്യേകത, ചില ശ്രദ്ധേയമായിട്ട് ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകള് നമുക്ക് നമ്മുടെ പ്രതികരണം ആവശ്യപ്പെടുന്ന ചില പ്രത്യേകതകളാണ്. എന്ന് വെച്ചാൽ അവരുടേതായിട്ടുള്ള, ഇപ്പൊ നീൽ ടൈസനെ പോലെയുള്ള അവരുടേതായിട്ടുള്ള വേർഷൻ അവർ നമ്മുടെ മുമ്പിൽ വെക്കുന്നു ഒരു വശത്ത്. മറുവശത്ത് ഇതിനെതിരെ നിൽക്കുന്ന എല്ലാ ആളുകളെയും കടന്നാക്രമിക്കുന്നു, അതിശക്തമായ ഭാഷയിൽ കടന്നാക്രമിക്കുന്നു. അത് ഒരു പടിയും കൂടി കടന്നിട്ട് അവർ ഇങ്ങനെ പറയും, ഈ ദൈവവിശ്വാസികളാണ് സകലവിധ പ്രശ്നത്തിനും കാരണം, ദൈവവിശ്വാസമാണ് ഇന്ന് ഭൂമിയിൽ ഉണ്ടാവുന്ന സകല ദോഷങ്ങളുടെയും അടിസ്ഥാനം എന്നും പറയും. അപ്പോ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴും അത് നമുക്ക് കൊള്ളുവോ? അത് കേൾക്കുമ്പോഴെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു വിഷമുണ്ടോ? ആദ്യം പറഞ്ഞത് പിന്നെ അവരുടെ ഒരു വാദഗതിയാണ് എന്ന നിലയിൽ ചിന്തിച്ചാൽ, നമ്മളാണ് പ്രശ്നക്കാരെന്ന് പറയുമ്പോഴെങ്കിലും നമുക്ക് പ്രതികരിക്കണ്ടേ? നമ്മളാണ് പ്രശ്നക്കാർ എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് സകലവിധ പ്രശ്നത്തിന്റെയും സകലവിധ ദോഷങ്ങളുടെയും പിന്നിലുള്ള ആളുകൾ എന്ന് നമ്മളോട് പറയുമ്പോ സന്തോഷം എന്ന് പറഞ്ഞ് പോകാൻ പറ്റുമോ? നമുക്ക് എന്തായാലും പറയണ്ടേ, എന്തെങ്കിലും കാര്യം പറയണ്ടേ? അപ്പൊ അതുകൊണ്ടെങ്കിലും അപ്പൊ അവർക്ക് മനസ്സിലായി, അവരുടെ വാദഗതികൾ അവരുടെ നിലകളിൽ അവതരിപ്പിച്ചാല് നമ്മുടെ ഭാഗത്ത് കാര്യമായിട്ടുള്ള പ്രതികരണം ഒന്നും ഉണ്ടാവില്ല. അവർ കുറെ നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ അങ്ങനെയായി, നമ്മുടെ യൂണിവേഴ്സിറ്റികളൊക്കെ അങ്ങനെയായി. നമുക്ക് അങ്ങനെ അല്ലാതെ പറയാൻ പോകാൻ പറ്റില്ല. നമ്മുടെ ഏറ്റവും എളുപ്പമുള്ള വാട്സാപ്പ് യൂണിവേഴ്സിറ്റികൾ പോലും ഈ തരത്തിൽ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആർക്കും, വീട്ടിലിരിക്കുന്ന ആർക്കും വാർത്തകൾ ചമയ്ക്കാമല്ലോ. അപ്പോൾ അവരുണ്ടാക്കുന്ന വാർത്തകളിൽ പോലും ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ചുള്ള ഈ സിദ്ധാന്തങ്ങളാണ് മുമ്പിലെത്തുന്നത്. ആ ഒരു നിലപാടിൽ നിന്നിട്ട് അവർ അടുത്ത പടിയിലേക്ക് വന്നു. അതായത് വിശ്വാസികളെയും വിശ്വാസ സത്യങ്ങളെയും കടന്നാക്രമിക്കുന്ന, അതിനെ അടച്ചാക്ഷേപിക്കുന്ന, അതാണ് സകലവിധ പ്രശ്നത്തിന്റെയും പിന്നിലുള്ളത് എന്ന നിലയിൽ വളരെ ശക്തമായി ഏറ്റുമുട്ടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ആ ഒരു രംഗം വരുമ്പോൾ തീർച്ചയായിട്ടും അതിനോട് എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോ നമ്മുടെ ഈ ന്യൂ എത്തീസം എന്ന് പറയുന്ന ഈ മൂവ്മെന്റ്, അത് ശരിക്കും അതിന്റെ തുടക്കത്തെ കുറിച്ച് പറഞ്ഞാല് കുറെ നാളുകളായിട്ട് ഉണ്ടെങ്കിലും ഒരുപക്ഷെ ഇത്ര ശക്തമായിട്ട് വന്നത് 9/11 ഇൻസിഡന്റിന് ശേഷമാണ്. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തെ കുറിച്ച് നമുക്കറിയാമല്ലോ. 2001 നടന്ന അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ച് വലിയ ട്വിൻ ടവേഴ്സ്, അങ്ങനെ വിമാനങ്ങൾ ഇടിച്ചു കയറ്റി തകർത്ത ആ സംഭവം ഉണ്ടല്ലോ. അപ്പോ ആ സംഭവത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ശക്തമായ ഒരു മുന്നേറ്റം അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിന്റെ ചരിത്രപരമായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് അറിയാമല്ലോ. അപ്പോ അതൊരു ലോകത്ത് നടുക്കിയ ഒരു സംഭവമാണ്. 3000-ലധികം പേർ മരിക്കുകയും അമേരിക്കയുടെ അഭിമാനം അങ്ങനെ ഒറ്റ നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണാവുകയും ചെയ്തതായിട്ടുള്ള ഒരു സംഭവം. പക്ഷെ അതിന്റെ പിന്നിലുണ്ടായിരുന്നത് ഇസ്ലാമിക തീവ്രവാദമാണ് എന്ന കാര്യം നമുക്കറിയാം. അൽ ഖയ്ദ പോലെയുള്ള സംഘടനകളാണ്.
അപ്പോൾ അത് ഉണ്ടാക്കിയ ഒരു ലോകത്തിൽ ഉണ്ടാക്കിയ ഒരു വലിയ ചലനമുണ്ട്. എന്ന് വെച്ചാൽ മതപരമായ തീവ്രവാദങ്ങളാണ് ലോകത്തിന്റെ പിന്നിൽ, ഇത്ര ശക്തമായിട്ടുള്ള ആക്രമണങ്ങളുടെ പിന്നിലുള്ളത് എന്ന് വന്നപ്പോൾ മതമാണ് പ്രശ്നം എന്ന മട്ടിലേക്ക് ആളുകൾ എത്തി. അപ്പോൾ അത് ഇസ്ലാമിക തീവ്രവാദം എന്ന് വേർതിരിച്ച് പറയുന്നതിന് പകരം മതം തന്നെയാണ് പ്രശ്നം, ദൈവവിശ്വാസമാണ് പ്രശ്നം. മനുഷ്യനെ തകർക്കുന്ന, മനുഷ്യന്റെ പുരോഗതിയെ തകർക്കുന്നതൊക്കെ ദൈവത്തിലുള്ള പ്രാകൃതമായ വിശ്വാസത്തിലും ആണ് ഇതിന്റെ റൂട്ട് കോസ് ഇരിക്കുന്നത് എന്ന മട്ടിൽ അവർക്ക് അവതരിപ്പിക്കാൻ നല്ല ഒരു വേദി ആ സമയം കൊണ്ട് കിട്ടി. അപ്പോൾ വളരെ ശക്തരായിട്ടുള്ള ചില ആളുകൾ അതിന്റെ പിന്നാലെ വന്നു. സാം ഹാരിസ്, ക്രിസ്റ്റഫർ ഹിച്ചൻസ്, അതേപോലെ ഡാനിയൽ ഡെനറ്റ്, റിച്ചാർഡ് ഡോക്കിൻസ്, ഈ 4 പേര്. ഈ ആളുകളെ കുറിച്ച് പറയുന്നത് അവര് ഈ ന്യൂ എത്തീസത്തിന്റെ ഫോർ ഹോഴ്സ്മെൻ ഓഫ് ന്യൂ എത്തീസം എന്നാണ്. ഈ നിരീശ്വരതയുടെ, നവനാസ്തികതയുടെ കുതിരക്കാർ എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. കാരണം അവരാണ് ലോകം മുഴുവൻ സഞ്ചരിച്ച് ഇതിന് ശക്തമായിട്ടുള്ള വക്താക്കളായിട്ട് വന്നത്. അപ്പോൾ ഒരു വശത്ത് അവരുടെ വാദഗതികൾ അവതരിപ്പിക്കുന്നു എന്നത് ഒരു വശത്ത്, മറുവശത്ത് ദൈവത്തിന്റെ ആളുകൾ എന്ന് പറയപ്പെടുന്ന ആളുകളെയൊക്കെ കടന്ന് അവർക്ക് ആക്രമിക്കുക, ദൈവവിശ്വാസത്തെ തന്നെ ശക്തമായിട്ട് ആക്ഷേപിക്കുക. അതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും പിന്നിൽ എന്ന മട്ടിൽ ആക്ഷേപം ചൊരിയുക. ദൈവവിശ്വാസം എല്ലാ കാലത്തും പ്രതിലോമകരമാണെന്നും എല്ലാ കാലത്തും പുരോഗതിയെ തടഞ്ഞിട്ടേ ഉള്ളൂ എന്നും അവരങ്ങനെ ആവർത്തിച്ച് പറയാനായിട്ട് ശ്രമിക്കുക. മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും ഒരു വാദഗതിയായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെതിരെ സംസാരിക്കുക, പുസ്തകങ്ങൾ എഴുതുക. ഇങ്ങനെ ഒരു അതിശക്തമായ നിശിതമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ഒരു സംഭവമായിട്ട് ഈ ന്യൂ എത്തീസം മാറി, ഈ നവനാസ്തികത മാറി. അപ്പോ അതിന്റെ വക്താക്കൾ എല്ലാ സമൂഹത്തിലും ഉണ്ട്, നമ്മുടെ നാട്ടിലുമുണ്ട്, മലയാളത്തിലുമുണ്ട് അതിന്റെ ആളുകൾ. റിച്ചാർഡ് ഡോക്കിൻസ് എഴുതിയ ഗോഡ് ഡെല്യൂഷൻ എന്ന പുസ്തകം, അത് ലോകപ്രസിദ്ധമായ ഒരു പുസ്തകമാണ്. ഒരുപക്ഷെ ഒരു പുസ്തകം എങ്ങനെ എഴുതരുത് എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണം കൂടിയാണ് റിച്ചാർഡ് ഡോക്കിൻസിന്റെ പുസ്തകം എന്ന് പറയാറുണ്ട്. കാരണം അത്രമാത്രം മോശമായിട്ടാണ് പുസ്തകം എഴുതിയിരിക്കുന്നത്. യാതൊരുവിധ ഒരു പുസ്തകം എഴുതേണ്ട ഏറ്റവും അടിസ്ഥാന പ്രമാണങ്ങൾ പോലും പാലിക്കാതെ എഴുതിയ പുസ്തകമാണ്. പക്ഷെ അത് വളരെ വലിയൊരു ഹിറ്റായി മാറി, വലിയ വൈറലായിട്ട് മാറി. അത്രമാത്രം ശ്രദ്ധ ആകർഷിച്ചു. അത്രയധികം കോപ്പികൾ ലോകമെങ്ങും വിറ്റഴിഞ്ഞ പുസ്തകമാണ് റിച്ചാർഡ് ഡോക്കിൻസിന്റെ ഗോഡ് ഡെല്യൂഷൻ. ഈ ഗോഡ് ഡെല്യൂഷന്റെ പല പതിപ്പുകൾ പല നാട്ടിലും ഉണ്ടായി. നമ്മുടെ നാട്ടിലും ആ പുസ്തകത്തിന് ഏകദേശം സമാനമായിട്ടൊരു ഭാഷ്യം ഉണ്ടായിരുന്നു. അതിന്റെ ലിറ്ററൽ ട്രാൻസ്ലേഷൻ അല്ല, അതിന് സമാനമായിട്ടുള്ള ഒരു പരിഭാഷയാണ്. അത് നമ്മുടെ രവിചന്ദ്രൻ എന്ന മലയാളത്തിലെ ഒരു അറിയപ്പെടുന്ന എഴുത്തുകാരനും ചിന്തകനും ഒക്കെ ആയിട്ടുള്ള രവിചന്ദ്രൻ, നാസ്തികനായിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹം നാസ്തികനായ ദൈവം എന്ന പേരിൽ ആ പുസ്തകം മലയാളത്തിൽ കൊണ്ടുവന്നു. നാസ്തികനായ ദൈവം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകം കണ്ടപ്പോൾ ഒരുപക്ഷെ ക്രിസ്തീയ വിശ്വാസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ക്രിയേഷൻ സയൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന പുസ്തകങ്ങൾ ഒന്നും വായിക്കാത്ത ആളുകൾ പോലും നാസ്തികനായ ദൈവം വായിച്ചിട്ടുണ്ട്. അവരുടെ കയ്യിൽ ആ പുസ്തകമുണ്ട്. വായിച്ചാൽ ഒരുപക്ഷെ ഒറ്റയടിക്ക് നമ്മുടെ വിശ്വാസം മുഴുവൻ തള്ളി പറഞ്ഞ് അതാണല്ലോ ശരിയെന്ന് തോന്നത്തക്ക രീതിയിലുള്ള ഒരു ഒറേറ്ററി അതിലുണ്ട്. അത്ര നന്നായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട്. രവിചന്ദ്രന് അങ്ങനെ ഒരു കഴിവൊക്കെ ഉണ്ട് ചെയ്യാനായിട്ട്. അത് അദ്ദേഹം ഡോക്കിൻസിന്റെ വാദഗതികളെ അല്പം അദ്ദേഹത്തിന്റെ ഭാവനയും കൂടി ചേർത്ത് ഭാഷ്യമായിട്ട് മാറ്റി എഴുതിയതാണ്. അപ്പൊ എന്തായാലും അത് വളരെ പ്രശ്നമായി തീർന്നു. കേരളത്തിലും ഇഷ്ടം പോലെ ആളുകൾ വായിച്ച പുസ്തകമാണ്. കോഴിക്കോട് എല്ലാ വർഷവും കോഴിക്കോട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ KLF എന്ന് പറഞ്ഞ ഒരു സംഭവം നടക്കാറുണ്ട്. അതില് സാംസ്കാരിക, സാഹിത്യ, രാഷ്ട്രീയ മണ്ഡലങ്ങളിൽപ്പെട്ട നിരവധി ആളുകൾ, പ്രസിദ്ധരായിട്ടുള്ള ആളുകൾ വരികയും ഒരുപാട് സെമിനാറുകൾ നടത്തുകയും ചെയ്യുന്നു. ഒരുപാട് വിഷയങ്ങൾ അവർ ഹാൻഡിൽ ചെയ്യും. രസകരമായിട്ടുള്ള സംഭവമാണ്. അപ്പൊ ഞാൻ എല്ലാ വർഷവും അതിൽ പോകാറുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ ഇതിനു മുമ്പ്, കോവിഡിന് മുമ്പ് നടന്ന KLF പോയപ്പോൾ അവിടെ രവിചന്ദ്രന്റെ ഒരു സെമിനാർ ഉണ്ടായിരുന്നു. അപ്പൊ രവിചന്ദ്രൻ അങ്ങനെ ദൈവത്തെക്കുറിച്ച് ഉള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ രസകരമായും അതോടൊപ്പം തന്നെ വളരെ ആക്ഷേപഹാസ്യ സ്വരത്തിലും വിശ്വാസികളൊക്കെ തന്നെ കടന്നാക്രമിച്ച് വിശ്വാസത്തിന്റെ അടിസ്ഥാനമില്ലായ്മയെ, അന്ധമായിട്ടുള്ള വിശ്വാസത്തെയൊക്കെ അങ്ങനെ പച്ചയ്ക്ക് പൊളിച്ചു കൊടുത്ത് അങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു 1000-ലധികം ആളുകൾ ആ സ്ഥലത്തുണ്ട്. എത്ര വലിയ കയ്യടിയാണ് ഉയർന്നതെന്ന് അറിയാമോ? എത്രയധികം ആളുകളാണ് അത് കയ്യടിച്ച് സ്വീകരിക്കുന്നത് അറിയാമോ? കാരണം രവിചന്ദ്രന്റെ വാദഗതികളെ സ്വീകരിക്കാനായിട്ട് ഇഷ്ടം പോലെ ആളുകൾ, ചെറുപ്പക്കാരും പ്രായമുള്ളവരും ഒക്കെ ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇവരൊക്കെ പറഞ്ഞു വെക്കുന്ന കാര്യം ഇതാണ്. ഈ നേരത്തെ പറഞ്ഞതുപോലെ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച്, മനുഷ്യന്റെ ആരംഭത്തെ കുറിച്ച് ഈ പറഞ്ഞതുപോലെയുള്ള ഒരു പരിണാമവാദത്തിൽ അധിഷ്ഠിതമായ ഒരു കഥ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും. മറുവശത്ത്
ദൈവവിശ്വാസവും ദൈവവിശ്വാസത്തിന് അനുകൂലമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അടച്ച് ആക്ഷേപിക്കുകയും അതിനെ അതിനിശിതമായ ഭാഷയിൽ വിമർശിക്കുകയും വിശ്വാസത്തെയും വിശ്വാസികളെയും കുറ്റപ്പെടുത്തുകയും എല്ലാ ഈവിൾസിന്റെ പിന്നിൽ അവരാണെന്ന് പറയുകയും ചെയ്യും. അപ്പോൾ ആ നിലയിലാണ് ഇപ്പോൾ ഈ നവ നാസ്തിക ചിന്തകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഇപ്പൊ വന്ന ഒരു കാര്യം മാത്രമല്ല, ഒരുപക്ഷെ റിനൈസൻസിന് ശേഷം, നവോത്ഥാന കാലഘട്ടത്തിന് ശേഷം ആളുകളുടെ ചിന്തയിലും പൊതു ലോക വീക്ഷണത്തിലും വന്ന മാറ്റങ്ങൾ ലോകത്തിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ അത് യുക്തിപരമായിട്ടുള്ള ചിന്തകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, മുമ്പുണ്ടായിരുന്ന ഒരു സ്കോളാസ്റ്റിക് ചിന്തകൾക്കൊക്കെ ആ കാലത്തിന് ശേഷം, മധ്യകാലഘട്ടത്തിന് ശേഷം റാഷണലിസ്റ്റിലേക്ക് ലോകം മുഴുവൻ മാറി. അപ്പോൾ യുക്തിപരമായിട്ട് കാര്യങ്ങളെ കാണണമെന്നും യുക്തി ചിന്തയാൽ എല്ലാത്തിനെയും വിശദീകരിക്കാമെന്നുള്ള ചിന്ത അന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ആളുകൾ അതിന്റെ പല വക്താക്കളായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിന്റെ അവസാനത്തോടു കൂടിയാണ് ചാൾസ് ഡാർവിൻ അദ്ദേഹത്തിന്റെ ഒറിജിൻ ഓഫ് ദി സ്പീഷീസ് എന്ന പുസ്തകവുമായിട്ട് വന്നത്. ആ പുസ്തകം വന്നതോടുകൂടി ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെയും ജീവന്റെ ആരംഭത്തെയും കുറിച്ചൊക്കെ വിശദീകരിക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു ഫ്രെയിം അവർക്ക് കിട്ടി, ഒരു നല്ല റെഫറൻസ് പോയിന്റ് അവർക്ക് കിട്ടി. അപ്പോൾ അതിനെയും കൂടി സമാഹരിച്ച് ഇവരെല്ലാം കൂടി കാലങ്ങൾ കൊണ്ട് രൂപപ്പെടുത്തിയെടുത്ത ഒരു പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ ന്യൂ എത്തിയിസം എന്ന പേരിൽ ഇപ്പോൾ നാം വിളിക്കുന്നതായിട്ടുള്ള ഈ സംഭവങ്ങൾ. അപ്പോൾ ഈ പുസ്തകം രംഗത്ത് വന്നപ്പോൾ തന്നെ ചാൾസ് ഡാർവിന്റെ പുസ്തകം എഴുതിയതിന് പിന്നാലെ തന്നെ ഇതിന്റെ ശക്തി എന്തെന്ന് ആളുകൾക്ക് മനസ്സിലായി. പ്രത്യേകിച്ച് ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഇത് വിശദീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നും വിശദീകരിക്കാനായിട്ടുള്ള വലിയ പിടിവള്ളി ഇതിന്റെ പിന്നിൽ ഉണ്ടെന്നും അവർക്ക് മനസ്സിലായി. തോമസ് ഹക്സ്ലി ജൂലിയൻ ഹക്സ്ലിയും ഒക്കെ തുടങ്ങിയ അദ്ദേഹത്തിന്റെ പിതാമകനാണ് തോമസ് ഹക്സ്ലി. അപ്പൊ അദ്ദേഹം അന്നേ പറഞ്ഞിരുന്നു, ഇത് നമുക്ക് വലിയ ശക്തമായിട്ടുള്ള ഒരു പിടിവള്ളിയാണ് ഇത്. ഇനി നോക്കിയോ, ശാസ്ത്രം അതിന്റെ പുരോഗതിയിലേക്ക് നയിക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനും വിശദീകരിക്കാനായിട്ട് ശാസ്ത്രത്തിന്റെ സഹായം കിട്ടും. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന, രസകരമായ പ്രസ്താവന, അദ്ദേഹം പറഞ്ഞു, സയന്റിസ്റ്റ് ആർ ദ പ്രീസ്റ്റ് ഓഫ് ദി ന്യൂ വേൾഡ് എന്ന് പറഞ്ഞു. ഇനി ഈ അച്ഛന്മാർക്കും പള്ളിക്കും പട്ടക്കാർക്കും ഒന്നും ഒരു റോളും ഇല്ല. അതിനു പകരം സയന്റിസ്റ്റുകൾ, അവരാണ് പുതിയ പുരോഹിതന്മാർ, പുതിയ ലോകത്തിന്റെ പുരോഹിതന്മാരായിട്ട് സയന്റിസ്റ്റുകൾ വരും. അപ്പൊ എന്ത് കാര്യത്തിനും ഉത്തരം ചോദിക്കാൻ സയന്റിസ്റ്റുകളുണ്ട്, എന്ത് കാര്യത്തിനും ഉത്തരം നൽകാനായിട്ട് സയൻസ് ഉണ്ട്. അതിനോട് കൂടെ അല്പം യുക്തി ചിന്തകളും ചേർത്താൽ നമുക്ക് എല്ലാ പ്രപഞ്ച കാര്യങ്ങളെ കുറിച്ചും മനുഷ്യനെ കുറിച്ചും ഒക്കെ ഉത്തരങ്ങൾ നമുക്ക് ലഭ്യമാണ് എന്ന മട്ടില് അവര് പറയാനായിട്ട് തുടങ്ങി. അപ്പോ ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ ഒന്ന് പറയാനുണ്ട്. അപ്പൊ അവര് പറയുന്ന ഏറ്റവും ആദ്യത്തെ വാദഗതി, അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള വാദഗതികളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പൊ അവർ പറയുന്നത്, അവരുടെ നിലപാടിനെ നമ്മൾ ഏത്തീസം എന്നാണ് വിളിക്കുന്നത്. ഏത്തീസം എന്ന് വെച്ചാൽ there is no God എന്നുള്ളതാണ്. അപ്പോ ഒരു കാര്യത്തെ നിഷേധിച്ചുകൊണ്ടാണ് അവരുടെ വാദഗതി ആരംഭിക്കുന്നത്. ദൈവം ഇല്ല, അല്ലെങ്കിൽ ദൈവ നിഷേധം എന്നാണ്. അപ്പോ അതിൽ തന്നെ ഒരു വലിയ പ്രശ്നമുണ്ട്, ആ നിലപാടിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഇല്ലാത്തൊരു കാര്യത്തെ നിഷേധിക്കാൻ പറ്റുമോ എന്നാലോചിച്ച് നോക്ക്. അപ്പൊ ഒരു നെഗറ്റീവ് എക്സിസ്റ്റൻഷ്യൽ പോയിന്റ് ആണ് അവർ ട്രേസ് ചെയ്യുന്നത്. ദൈവം ഇല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ദൈവം ഇല്ല എന്ന് പറയണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് എന്ത് വേണമെന്നറിയാമോ? ഈ നമ്മുടെ കാണപ്പെടുന്ന ഈ പ്രപഞ്ചം, മനുഷ്യനറിയാവുന്ന ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ ഭാഗത്തും ഈ പറയുന്ന ആള് പോവുകയും ഒരേ സമയത്ത്, കാരണം ഒരു സമയത്ത് ഒരു സ്ഥലത്ത് പോയിട്ട് കാര്യമില്ല, ഒരേ സമയത്ത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ കാണുകയും ആ പ്രപഞ്ചത്തിൽ എവിടെയും ദൈവമില്ല എന്ന് കണ്ടെത്തുകയും ചെയ്യണം. എന്നാലേ ദൈവമില്ല എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത്ര ഒരു പ്രസ്താവന നടത്താൻ പറ്റില്ല. അപ്പൊ ഈ പ്രസ്താവനയിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഒരു എക്സിസ്റ്റൻഷ്യൽ പോയിന്റ് എന്ന് വെച്ചാൽ ഒരു നിലനിൽപ്പിനെ സംബന്ധിച്ച്, ഒരു ആസ്തിക്യം സംബന്ധിച്ച് ഒരു പ്രസ്താവന പറയുമ്പോൾ അത് നെഗറ്റീവായിട്ട് നമുക്ക് ആരംഭിക്കാൻ പറ്റില്ല. ഇല്ലായ്മയിൽ നിന്ന് ആസ്തിക്യത്തെ കുറിച്ച്, ആസ്തിക്യം എന്ന് വെച്ചാൽ ഉണ്ടാവുക തന്നെയാണ്. ദൈവാസ്തിക്യം ഉണ്ടെങ്കിലേ ദൈവ നാസ്തികത പറയാൻ പറ്റുള്ളൂ. ദൈവം ഉണ്ടെങ്കിലേ ദൈവത്തെ നിഷേധിക്കാൻ പറ്റുള്ളൂ. അത് ആരെ കുറിച്ചാണെങ്കിലും. ഇല്ലാത്ത ഒന്നിനെ നിഷേധിക്കാനായിട്ട് പറ്റുകയില്ല. അപ്പൊ ഒന്നിന്റെ ആസ്തിക്യം ആദ്യമേ സമ്മതിച്ചാൽ മാത്രമേ അതിന്റെ നിഷേധത്തെ കുറിച്ച് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് വസ്തുതാപരമായിട്ട്, അല്ലെങ്കിൽ ഒരു ഫിലോസഫിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ അത് നിലനിൽക്കാത്ത ഒരു കാര്യമാണ് എന്ന് നമുക്ക് ആദ്യമേ പറയാം. അതുകൊണ്ട് എന്തെന്ന് വെച്ചാല്, ഇതിന്റെ ഈ പ്രശ്നം മനസ്സിലാക്കിയത് കൊണ്ട് അവര് എന്ത് പറയും? ദൈവമില്ല എന്നങ്ങനെ പറയില്ല. അതിന് പറയും, എന്ത് പറയുന്നറിയോ? പ്രോബബിളി ദെർ ഇസ് നോ ഗോഡ് എന്ന് പറയും. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ദൈവം ഉണ്ടാവാൻ സാധ്യത, അല്ലെങ്കിൽ സംഭവ്യത, പ്രോബബിലിറ്റി. അസാധ്യം എന്ന് പറയില്ല, ഇംപോസിബിൾ എന്ന് പറയില്ല, ഇംപ്രോബബിൾ എന്ന് പറയും. ആ വാക്കുകളുടെ ഒരു കളിയാണ് ഇംപ്രോബബിലിറ്റി എന്ന് വെച്ചാൽ സംഭവ്യതയില്ല,
എന്ന് പറയാം. ഇപ്പോ എന്താ പറയാ, കുട്ടികളോട് നമ്മൾ പറയില്ലേ കോക്കാച്ചി ഒന്ന് പിടിച്ചോണ്ട് പോകുന്ന പറയില്ലേ ചെറുപ്പത്തില്. ഈ കോക്കാച്ചി എന്ന് പറഞ്ഞ സാധനം എന്താ, അറിയാൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതൊരു ഇല്ലാത്ത സാധനമാണ് അല്ലേ. അപ്പൊ ഒരു സാധനം നമുക്ക് നമ്മുടെ ഭാവനയിൽ നമ്മൾ പറയുന്നത് കാര്യമാണ് കോക്കാച്ചി എന്ന് പറഞ്ഞ സാധനം എന്ന് പറയാം. അപ്പോ അതുകൊണ്ട് എന്താ, ഈ നമ്മൾ അന്വേഷിച്ച് നോക്കി കോക്കാച്ചി കണ്ടില്ല, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ കോക്കാച്ചി എന്ന് പറയുന്ന സാധനം ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല എന്ന് പറയാം. അപ്പൊ അവരും ദൈവത്തെ കുറിച്ച് പറയാൻ ശ്രമിക്കുന്നത് അങ്ങനെയാണ്. ഇറ്റ് ഈസ് ഹൈലി ഇംപ്രോബബിൾ എന്നാണ് പറയുക. ദൈവം ഇല്ല എന്ന് ഒറ്റയടിക്ക് പറഞ്ഞാൽ ഈ മറ്റേ പ്രശ്നം വരും, നിഷേധത്തിന്റെ പ്രശ്നം വരും. അതുകൊണ്ട് എന്താ വെച്ചാൽ there is probably no God എന്നവർ പറയും. എന്നിട്ട് ഗോഡ്സ് എക്സിസ്റ്റൻസ് ഈസ് ഇംപ്രോബബിൾ എന്നുള്ളതാണ് അവരുടെ ഒരു പ്രൊപ്പോസൽ, അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു നിലപാട്. റിച്ചാർഡ് ഡോക്കിൻസ് ചില വർഷങ്ങൾക്ക് മുമ്പ് UK അങ്ങനെ വലിയൊരു ക്യാമ്പയിൻ നടത്തിയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളും ചേർന്നിട്ട്, എന്നിട്ട് അദ്ദേഹം ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ ബസ്സുകളിൽ, സിറ്റി ബസ്സുകളിലൊക്കെ വലിയ പോസ്റ്റേഴ്സ്, വലിയ സ്റ്റിക്കേഴ്സ് അങ്ങനെ ഒട്ടിച്ചു. ആ സ്റ്റിക്കർ ഇങ്ങനെയാണ്, there is probably no God, there is probably no God. വലിയ സ്റ്റിക്കറാണ്. അപ്പോ അതില് ഇത് ലണ്ടനിലൂടെ പോകുന്ന സിറ്റി ബസ്സുകളിലൊക്കെ ഇത് ഒട്ടിച്ചിരിക്കുകയാണ് വലിയ അക്ഷരത്തിൽ, there is probably no God. എന്നിട്ട് ഇത് വലിയ ഒരു പ്രൊപ്പഗാൻഡയായിട്ട് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സോ സ്റ്റോപ്പ് വറിയിങ് ആൻഡ് സ്റ്റാർട്ട് എൻജോയിങ് ലൈഫ്. അതിന്റെ താഴെ എഴുതിയത് എങ്ങനെയാണ്, സ്റ്റോപ്പ് വറിയിങ് ആൻഡ് സ്റ്റാർട്ട് എൻജോയിങ് ലൈഫ്, there is probably no God. അപ്പോ ഈ ചോദ്യം, ഈ പ്രോബബ്ലി എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അത്രയും ബുദ്ധിയുണ്ട്. there is no God എന്ന് പറഞ്ഞാൽ ഹൗ ഡു യു നോ എന്നുള്ള ചോദ്യം വരും. അപ്പോ എങ്ങനെ നിങ്ങൾക്കറിയാം എന്നുള്ള ചോദ്യം വരുമ്പോൾ ഉത്തരം പറയണ്ടേ. അപ്പൊ ദൈവം ഉണ്ടാവാൻ സാധ്യതയില്ല, അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടം പോലെ ജീവിച്ചുകൊള്ളൂ. പക്ഷെ നമുക്കറിയാമല്ലോ, നമ്മളുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെ കുറിച്ച് സാധ്യതയില്ല എന്നുള്ള ഒരു അനുമാനത്തെ ജീവിക്കാൻ പറ്റുമോ? ഇപ്പോ വരുന്ന വഴിക്ക് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ കയറി, അപ്പോ അവിടെ ഭക്ഷണം വെച്ചിരിക്കുന്ന പെട്ടിയുടെ മുമ്പിൽ എഴുതിയിരിക്കുക പ്രോബബിളി നോ പോയിസൺ എന്ന് എഴുതിയാൽ കഴിക്കുമോ? വിഷമായിരിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുമോ? അതേപോലെ ഒരു വിമാനത്തിൽ കയറാനായിട്ട് പോവുകയാണ്, പ്രോബബിളി എൻജിൻ മേ നോട്ട് ഫെയിൽ എന്ന് എഴുതിയാൽ കയറുമോ? എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് അവസാന നിമിഷവും എന്താ പറയാ, അവരുടെ ടെക്നിക്കൽ ആളുകളൊക്കെ വന്ന് എല്ലാ ഗേജുകളും നോക്കി ഇത് പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ്, ഇറ്റ്സ് ഓൾ റൈറ്റ് എന്ന് പറഞ്ഞ് അവർ സിഗ്നൽ ചെയ്യുമ്പോഴേ നമ്മൾ കയറുള്ളൂ. അല്ലാതെ നമ്മുടെ പ്രധാനപ്പെട്ട ജീവിതത്തിന്റെ തീരുമാനങ്ങളൊന്നും, അല്ലെങ്കിൽ അല്പമെങ്കിലും റിസ്ക് ഉള്ള ഒരു തീരുമാനവും പ്രോബബിലിറ്റിയുടെ പുറത്തിൽ എടുക്കാൻ പറ്റില്ല. അവിടെ ഈ പ്രശ്നമുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ ഇത് വാസ്തവമാണെങ്കിൽ, ദൈവം പോലെയുള്ള ഒരു കാര്യത്തെ കുറിച്ച് ഇങ്ങനെ ഒരു സാധ്യതയില്ല എന്നുള്ള ഒരു അനുമാനത്തിന് പുറത്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുകയില്ല. അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ, ഏത് പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴും നമുക്കറിയാം, ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഉറപ്പിന് നമ്മുടെ ജീവിതത്തിന് മേൽ എത്ര സ്വാധീനമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ പ്രസക്തി ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു വിമാനത്തിൽ കയറുമ്പോൾ ഈ വിമാനം തകരാനായിട്ട് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനാണ് അതിലിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആവും അതിനെക്കുറിച്ച്. എന്നതുപോലെ എത്രമാത്രം പ്രത്യാഘാതങ്ങൾ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുമോ അത്രമാത്രം തെളിവുകൾ അതിനാവശ്യമാണ്, അത്രമാത്രം ഉറപ്പ് അതിനെക്കുറിച്ച് ആവശ്യമാണ്. അതുകൊണ്ട് ദൈവം പോലെയുള്ള അതിപ്രധാനമായ ഒരു കാര്യത്തെക്കുറിച്ച്, കാരണം നമ്മുടെ ജീവിതത്തെക്കുറിച്ചും ജീവനെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ഈ പ്രപഞ്ചത്തെക്കുറിച്ചും ഒക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ സത്യത്തെക്കുറിച്ച് നമുക്ക് അങ്ങനെ ഒരു പ്രോബബിലിറ്റിയുടെ ഒരു ലാംഗ്വേജ് സംസാരിക്കാനായിട്ട് പറ്റുകയില്ല. നമുക്ക് അങ്ങനെ ഒഴിവാക്കേണ്ട പറ്റുകയില്ല. അതിനെക്കുറിച്ച് വലിയ കൺവിക്ഷൻസ് ആവശ്യമാണ്. അതുകൊണ്ട് അവരുടെ നിലപാട് അതിൽ തന്നെ സാധ്യതയില്ലാത്തൊരു നിലപാടാണ് എന്ന് ഞാൻ പറയട്ടെ. മാത്രമല്ല, അവർ പറഞ്ഞു വെക്കുന്ന അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗോഡ്സ് എക്സിസ്റ്റൻസ് ഈസ് ഇംപ്രോബബിൾ എന്ന് പറഞ്ഞതിന് ശേഷം അവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, ഈ ശാസ്ത്രവും യുക്തി ചിന്തകളും ആണ് സത്യത്തെ കണ്ടെത്താനായിട്ടുള്ള ഏക വഴികൾ. സത്യത്തിലേക്ക് നയിക്കുന്ന വഴികൾ ശാസ്ത്രവും യുക്തി ചിന്തകളും, അല്ലെങ്കിൽ തത്വ ചിന്തകൾ, യുക്തിയോട് ചേർന്ന് പോകുന്ന റാഷണലിസ്റ്റിക് അന്വേഷണങ്ങളുമാണ് സത്യത്തിലേക്ക് നയിക്കുന്ന ഏക വഴികൾ എന്നുള്ള നിലപാടും അവരെടുക്കും. അപ്പോ ഇത്തരം ഒരു നിലപാട് എടുത്തു കഴിയുമ്പോൾ ഇത് ശാസ്ത്രത്തെക്കാൾ അപ്പുറത്തുള്ളൊരു കാര്യമായി മാറി. വാസ്തവത്തിൽ അതിനെക്കുറിച്ച് നമ്മുടെ അപ്പോളജിസ്റ്റുകളായിട്ടുള്ള ക്രിസ്ത്യൻ ഫിലോസഫേഴ്സ് ഒക്കെ ഇതിനെ വിളിക്കുന്നത് സയന്റിസം എന്നാണ്. സയന്റിസം, ദിസ് ഈസ് നോട്ട് സയൻസ് ബട്ട് ദിസ് ഈസ് സയന്റിസം. സയന്റിസം എന്ന് വെച്ചാൽ എന്താ? സയന്റിസം എന്ന് വെച്ചാല് ശാസ്ത്രമല്ല, ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുണ്ടാക്കിയെടുക്കുന്ന ഒരു ജീവിത വീക്ഷണമാണ് സയന്റിസം.
അത് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സ്വാതന്ത്ര്യമില്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ അത് കേവല ശാസ്ത്രമല്ല, ശാസ്ത്രം ഉപയോഗിച്ച് അവർ കൊണ്ടുവരുന്ന വ്യാഖ്യാനങ്ങളാണ് സയന്റിസം എന്ന് പറയുന്നത്. അപ്പൊ സയൻസും സയന്റിസവും തമ്മിൽ തിരിച്ചറിയണം. ഇപ്പൊ നമ്മള് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ മാധ്യമങ്ങളൊക്കെ വായിക്കുമ്പോൾ പറയുന്നു, പിന്നെ ശാസ്ത്രം പറയുന്നു മനുഷ്യനുണ്ടായിട്ട് ഇത്ര വർഷമായി, അല്ലെങ്കിൽ ശാസ്ത്രം പറയുന്നു പിന്നെ ജെൻഡർ എന്ന് പറയുന്നത് സമൂഹ സൃഷ്ടിയാണ്, ആണിനും പെണ്ണിനും ഇടയിൽ ഒരുപാട് സാധ്യതകളുണ്ട്. കോഴിക്കോട് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒരു സോക്കോൾഡ് ആണ് പ്രസവിച്ചത്. നിങ്ങൾ ആ വാർത്തയൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പോൾ വലിയ തരംഗമായ വാർത്തയാണ്, വലിയ വൈറലായ വാർത്തയാണ്. അപ്പോൾ ആണ് പ്രസവിച്ചു, ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ് മാൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. അങ്ങനെ വലിയ സംഭവം ഉണ്ടായി. അപ്പൊ ശാസ്ത്രം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. ആണിനെ കൊണ്ട് പ്രസവിപ്പിക്കുന്ന ശാസ്ത്രം അല്ലെ, പെണ്ണിന് അച്ഛനാവാൻ പറ്റുന്ന ശാസ്ത്രം. അപ്പൊ ശാസ്ത്രം ഇങ്ങനെ പറയുന്നു, ശാസ്ത്രം ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഫ്രാങ്ക് ട്യൂറക് എന്ന് പറയുന്ന ഒരു നല്ലൊരു ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹം പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം എപ്പോഴും പറയുന്ന പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറയുന്നത് സയൻസ് ഡസൻറ്റ് സേ എനിത്തിങ്. സയൻസ് ഇതൊന്നും പറയുന്നില്ല. ഇത് ആരാ പറയുന്നത്? സയന്റിസ്റ്റുകളാ പറയുന്നത്. സയൻസ് അല്ല ഇതൊന്നും പറയുന്നത്. സയൻസിന് ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. സയൻസ് കാര്യങ്ങളെ കാണിച്ചു തരും. സയൻസ് ചില നിഗമനങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരും, ചില തെളിവുകൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരും. ഈ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തി നിഗമനങ്ങളിലേക്ക് എത്തുന്നത് നമ്മളാണ്. എന്ന് വെച്ചാൽ ശാസ്ത്രജ്ഞന്മാരാണ്, അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ എന്ന് പറയുന്ന ആളുകളാണ് ഇതിന്റെ വ്യാഖ്യാനം പറയുന്നത്. അപ്പൊ വ്യാഖ്യാനം ആണ് പ്രശ്നം, ശാസ്ത്രമല്ല പ്രശ്നം. അപ്പോ സയൻസ് അല്ല, സയന്റിസ്റ്റുകളാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മോട് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. സയന്റിസ്റ്റുകൾ എന്ന് വെച്ചാൽ നമ്മളെ പോലുള്ള മനുഷ്യന്മാരാണ്. അപ്പൊ അവർക്ക് ചില കാരണങ്ങളുണ്ടെന്ന് പറയാം, അവർക്ക് ചില പ്രചോദനങ്ങളുണ്ടെന്ന് പറയാം, അവർക്ക് ചില ജീവിത വീക്ഷണങ്ങളുടെ പിൻബലമുണ്ടെന്ന് പറയാം, അവർക്ക് ദൈവത്തെ ഒഴിവാക്കി വ്യാഖ്യാനിക്കേണ്ട ആവശ്യകതയുണ്ട്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പൊ ആ ഒരു വ്യത്യാസം നമ്മൾ എപ്പോഴും തിരിച്ചറിയണം. ഇത്തരത്തിലുള്ള വാർത്തകൾ എപ്പോഴും വായിക്കുമ്പോൾ, ഇപ്പൊ മനോരമയുടെ ആദ്യ പേജിൽ തന്നെ ചിലപ്പോൾ കാണാം 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ഉണ്ടായി എന്ന് വായിക്കുമ്പോ ഇത് ശാസ്ത്രത്തിന്റെ പ്രസ്താവനയല്ല, ഇത് ശാസ്ത്രജ്ഞന്മാർ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുടെ ലോകവീക്ഷണത്തിന്റെ പ്രതിഫലനമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. ആ ഒരു വ്യത്യാസം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ്. ആ വ്യത്യാസം നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാവൂ. ശാസ്ത്രമല്ല ശാസ്ത്രജ്ഞന്മാർ, സയൻസ് അല്ല സയന്റിസം. ഇത് തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസമുണ്ട്. ഇതൊരു ലോകവീക്ഷണമാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഒരു നിരീശ്വര ചിന്തയിലുള്ള ഒരു ലോകവീക്ഷണം എനിക്ക് ഉണ്ടാവാൻ സാധിക്കും. എനിക്കത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ബൈബിൾ തന്നെ പറയുന്നുണ്ടല്ലോ, ദൈവമില്ല എന്ന് പറയുന്ന ആളുകളെ കുറിച്ച് ബൈബിൾ തന്നെ പറയുന്നു. അവർക്ക് എടുക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം കൊടുത്തിട്ടുണ്ട്. ദൈവം ആരെയും നിർബന്ധിച്ചിട്ട് എന്നെ വിശ്വസിക്കുമെന്ന് പറയുന്നില്ലല്ലോ. അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്. പക്ഷെ അതിനെ ശാസ്ത്രത്തിന്റെ പേരിൽ അവതരിപ്പിക്കുകയും ശാസ്ത്രത്തിന്റെ കുപ്പായം ഇട്ടുകൊണ്ട് ഇത് ശാസ്ത്രീയ സത്യമാണ് എന്ന പേരിൽ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അത് ശാസ്ത്രത്തിന്റെ അപ്പുറത്തേക്ക് എത്തുന്ന ഒരു കാര്യമായിട്ട് മാറുകയാണ്. അതിനെ നമ്മൾ സയന്റിസം എന്ന് വിളിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് പറയട്ടെ. ഈ നിലപാടിന്റെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഇതൊരു സെൽഫ് റിഫ്യൂട്ടിംഗ് നിലപാടാണ്. എന്ന് വെച്ചാൽ ഇത് സ്വയം നിരാകരിക്കുന്ന ഒരു നിലപാടാണ്. അതിൽ തന്നെ തെളിവില്ലാത്തൊരു നിലപാടാണ്. എന്ന് വെച്ചാൽ എല്ലാത്തിന്റെയും തെളിവുകൾ ശാസ്ത്രത്തിനുണ്ടെന്നും ശാസ്ത്രത്തിന് എല്ലാത്തിനും ഉത്തരവുണ്ടെന്നും ശാസ്ത്രവും യുക്തിചിന്തയുമാണ് സത്യത്തിലേക്ക് നമ്മെ വഴി നടത്തുന്ന പടികൾ എന്നും പറയുന്ന ആ നിലപാട്, അതാണ് സയന്റിസ്റ്റിന്റെ നിലപാട്. ആ നിലപാട് അതിൽ തന്നെ നിരാകരിക്കപ്പെടുന്ന ഒരു നിലപാടാണ്. കാരണം എന്ന് വെച്ചാല് നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന നിരവധി കാര്യങ്ങൾ ഈ രീതിയിലല്ല ചെയ്യുന്നത്. അത് വളരെ അംഗീകരിക്കപ്പെട്ട സത്യവും തന്നെയാണ്. എന്ന് വെച്ചാല് സത്യം കണ്ടെത്താനായിട്ടുള്ള നിരവധി മാർഗങ്ങൾ വേറെയുണ്ട്. ശാസ്ത്രത്തിന്റെ വഴി മാത്രമല്ല, ശാസ്ത്രം അത് ഒരു വഴി മാത്രമാണ്. ശാസ്ത്രം വഴിയല്ല നമ്മൾ പറയുന്നില്ല, ശാസ്ത്രം ഒരു വഴിയാണ്. അതേപോലെ യുക്തിപരമായിട്ടുള്ള ചിന്ത മറ്റൊരു വഴിയാണ്. ഇതിനോടും ഇതേപോലെയുള്ള സമാനമായിട്ടുള്ള നിരവധി വേറെ വഴികളുണ്ട്. അവയെല്ലാം നമ്മൾ അംഗീകരിച്ചുമാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ ലീഗൽ പ്രൂഫുകളെ കുറിച്ച് നമ്മൾ പറയും. നിയമപരമായിട്ടുള്ള തെളിവുകളെ കുറിച്ച് പറയും, ലീഗൽ പ്രൂഫുകൾ. ഇത് സയന്റിഫിക് അല്ല. ഇത് ശാസ്ത്രം എന്ന് വെച്ചാൽ ശാസ്ത്രത്തിന്റെ ലബോറട്ടറി കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളല്ല ലീഗൽ പ്രൂഫുകൾ. പക്ഷെ നിയമത്തിന്റെ വേദികളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇത്തരം വഴികളെ കുറിച്ചാണ്. അതേപോലെ ഫോറൻസിക് എവിഡൻസുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയും. ഇപ്പൊ ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ഈ കൊലപാതക സ്ഥലം സന്ദർശിച്ചിട്ട് ഫോറൻസിക് വിദഗ്ധര് പല കാര്യങ്ങളും കണ്ടെത്തും. അപ്പോൾ ഈ കണ്ടെത്തലുകള് ഈ കൊലപാതകം അവർക്ക് ആവർത്തിക്കാൻ പറ്റില്ല.
ഈ കഴിഞ്ഞു പോയ ഒരു ഹൊമിസൈഡ് അവർക്ക് അത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിൽ നിന്ന് തെളിവുകൾ എടുക്കാൻ പറ്റും. ഈ തെളിവുകൾ ലോജിക്കിന്റെ അടിസ്ഥാനത്തിൽ, യുക്തിചിന്തയുടെ അടിസ്ഥാനത്തിൽ, അവിടെ നടന്ന സംഭവങ്ങളെ റീക്രിയേറ്റ് ചെയ്യുന്ന ഭാവനയുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് അവർ ഈ ക്രൈമിനെ കുറിച്ച് സംസാരിക്കുക. അപ്പൊ അതൊന്നും പ്യുവർലി റിപ്പീറ്റബിൾ ആയിട്ടുള്ള, ടെസ്റ്റബിൾ ആയിട്ടുള്ള സയന്റിഫിക് എവിഡൻസ് അല്ല. പക്ഷെ അതൊക്കെ അപ്രൂവ്ഡ് ആയിട്ടുള്ള എവിഡൻസുകളാണ്. ഫോറൻസിക് എവിഡൻസുകൾ എല്ലാവരും അംഗീകരിച്ചതാണ്. ലീഗൽ എവിഡൻസുകൾ എല്ലാവരും അംഗീകരിച്ചാണ്. ഹിസ്റ്റോറിക്കൽ എവിഡൻസുകൾ, ഹിസ്റ്ററി നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ഹിസ്റ്ററി നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ജൂലിയസ് സീസറിനെ റോമിൽ വെച്ച് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന സെനറ്റിലെ അംഗങ്ങളെല്ലാം ചേർന്ന് കുത്തിക്കൊന്നു എന്നുള്ളത് ഒരു ചരിത്ര സംഭവമാണ്. അതിന് നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്കതിന് എവിഡൻസുകളുണ്ട്. എന്താ എവിഡൻസ്? ഹിസ്റ്റോറിക്കൽ എവിഡൻസുകളുണ്ട്. അന്ന് എഴുതി വെച്ചതും പിന്നീട് പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ അവിശ്വസിക്കാനായിട്ട് കാര്യമില്ലാത്ത നിരവധി തെളിവുകൾ, ഹിസ്റ്റോറിക്കൽ പ്രൂഫുകളുണ്ട്. അതെല്ലാവരും അംഗീകരിച്ച ഹിസ്റ്ററി ഒരിക്കലും നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഹിസ്റ്ററിയുടെ ടെസ്റ്റബിലിറ്റി, ഹിസ്റ്ററിയുടെ ഫാൾസിഫയബിലിറ്റി എന്ന് പറയുന്നത് ഒരു സയന്റിഫിക് പ്രൂഫ് പോലത്തെ ഫാൾസിഫയബിലിറ്റി അല്ല അതിനുള്ളത്. അതിന്റെ ടെസ്റ്റബിലിറ്റി വേറൊരു ലെവലിലാണ്. പക്ഷെ അതെല്ലാം അംഗീകരിച്ച കാര്യങ്ങളാണ്. അപ്പോ പറഞ്ഞു വരുന്ന ചുരുക്കം ഇതാണ്: സയൻസും യുക്തിചിന്തയുമാണ് സത്യത്തിലേക്ക് നമ്മെ നടത്തുന്ന വഴികൾ എന്നുള്ള ഈ നിയോ എത്തീസ്റ്റിക് ചിന്ത തെറ്റാണ്. അതിൽ തന്നെ തെളിയിക്കപ്പെടാത്ത ഒന്നാണ്. മറ്റനേക പ്രൂഫുകൾ നമ്മൾ വളരെ വാലിഡ് ആയിട്ടുള്ള പ്രൂഫുകളായിട്ട് നമ്മൾ ഇപ്പോഴും സ്വീകരിക്കുന്നുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണത്. അത് എല്ലാ കോടതികളിലും നടക്കുന്ന കാര്യങ്ങൾ അത് തന്നെയാണ്. ഇപ്പൊ കോടതി ജഡ്ജിക്ക് മുമ്പിൽ ഒരു കാര്യം എത്തുമ്പോൾ ജഡ്ജി എന്തെല്ലാം കാര്യങ്ങൾ അതിനെ കുറിച്ച് പരിഗണിക്കുന്നത്. ജഡ്ജി ഇമ്പാർഷ്യൽ ആയിട്ടിരിക്കുന്നു, വാദങ്ങളെ കേൾക്കുന്നു, രണ്ടു കൂട്ടരും തമ്മിൽ വാദപ്രതിവാദങ്ങൾ നടത്തുമ്പോൾ ജഡ്ജി അതിന് മൂകസാക്ഷിയായിട്ട് നിൽക്കുന്നത് എന്തിനാന്ന് വെച്ചാല് ഇതിനുള്ളിലൂടെ അതിനപ്പുറത്തേക്ക് കടക്കാനുള്ള കാര്യങ്ങൾ. അപ്പോ എംപീരിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറയും. നമുക്ക് നേരിട്ട് കണ്ട് അനുഭവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ടെസ്റ്റബിലിറ്റി ഇല്ലാത്ത എത്രയോ സത്യങ്ങൾ മറ്റു പലതിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്, ലോകം മുഴുവൻ സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെയാണ് എംപീരിക്കൽ എവിഡൻസ് മാത്രമേ പ്യൂർ ആയിട്ടുള്ള എവിഡൻസ് ഉള്ളൂ എന്ന് അവർ പറയുന്നത് എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കണം. പിന്നെ മറ്റൊരു കാര്യം നമുക്ക് പറയാനുള്ളത് ഇതാണ് ഇപ്പോൾ അവർ പറയുന്ന പോലെ ശാസ്ത്രവും യുക്തിചിന്തയും മാത്രമാണ് സത്യത്തിലേക്ക് വഴി നടത്തുന്നത് എങ്കിൽ എന്തുകൊണ്ട് ലോകത്തിന്റെ ചരിത്രം ഇതിന് അനുകൂലമായിട്ട് നിൽക്കുന്നില്ല? ചരിത്ര സംഭവങ്ങളൊക്കെ ഇതിന്റെ അപകടത്തെ കാണിച്ചു തരുന്നത് നമ്മൾ കാണാതെ പോകുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമുണ്ട്. എന്ന് വെച്ചാൽ ദൈവത്തെ നിഷേധിക്കുകയും ഉന്നത ധാർമ്മിക മൂല്യങ്ങൾ, മനുഷ്യന്റെ അപ്പുറത്തുള്ള മനുഷ്യന് നൽകപ്പെട്ട എന്ന് പറയുന്ന ധാർമ്മികത, മൊറാലിറ്റി, ട്രാൻസെൻഡന്റൽ മൊറാലിറ്റി എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾ ആലോചിച്ചിടത്തും ഒരു ധാർമ്മികതയല്ല, നമുക്കെല്ലാം കോമൺ ആയിട്ടുള്ള ധാർമ്മികത. അത് ഏത് സമൂഹങ്ങളിലും സമാനമായ ധാർമ്മിക ചിന്തകളുണ്ട്. ഈ ധാർമ്മിക ചിന്തകൾ ദൈവത്തിന്റെ ആസ്തിക്യത്തിനുള്ള ഏറ്റവും വലിയ തെളിവായിട്ട് പറയുന്ന തെളിവുകളാണ്. C.S. ലൂയിസിനെ പോലുള്ള ആളുകൾ വളരെ ശക്തമായിട്ട് ആർഗ്യൂ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ ആളുകൾക്കും സമാനമായ ധാർമ്മിക ചിന്തകളുണ്ട്. ധാർമ്മികതയുടെ ഏറ്റക്കുറച്ചിലും ഉണ്ടെങ്കിലും പല കാര്യങ്ങളും എല്ലാ സമൂഹങ്ങൾക്കും കോമൺ ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒരു മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു സമൂഹം ഉണ്ടാക്കിയതുമല്ല, അതിന് അവർക്ക് കിട്ടിയതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ധാർമ്മിക ചിന്തകൾ നിഷേധിച്ചിട്ട് അതില്ല എന്നും മനുഷ്യൻ ഓരോ സമൂഹത്തിലും ഓരോ കാലഘട്ടത്തിലും ഉണ്ടാക്കിയ ധാർമ്മികതയെ ഉള്ളൂ എന്നും പറയുന്ന ചിന്തയുണ്ടല്ലോ, ആ ചിന്ത ഉണ്ടാക്കിയ വലിയ ദുരന്തങ്ങളെ നമ്മൾ കാണാതെ പോകരുത്. അത് അവർക്കെതിരെ സംസാരിക്കുന്ന വളരെ ജീവനുള്ള തെളിവുകളാണ്. ചരിത്രം പരിശോധിച്ച് നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. പ്രത്യേകിച്ച് നാസ്തിക ചിന്തയിൽ അധിഷ്ഠിതമായ ഭരണകൂടങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള വൻ ക്രൂരകൃത്യങ്ങൾ എത്രയോ അധികമാണ് എന്നുള്ള കാര്യം നമുക്ക് ഈ സമയത്ത് ഓർക്കണം. പ്രത്യേകിച്ച് കമ്മ്യൂണിസത്തിന്റെ ഒരു ശക്തമായ സാന്നിധ്യം ഉണ്ടായിരുന്ന കാലഘട്ടത്തില് ലോകത്തിൽ നടന്ന എത്ര കോടിക്കണക്കിന് ആളുകളുടെ മരണങ്ങൾ. ചൈനയുടെ കാര്യമെടുക്കാം. മാവോ സേതൂങ് എന്ന് പറയുന്ന ചെയർമാൻ മാവോ ചൈനയുടെ ഭരണം നടത്തിയ ചില വർഷങ്ങൾ, ആ വർഷങ്ങളില് ഒരു 5 വർഷത്തെ കാലയളവിനുള്ളില് ഏകദേശം 5 കോടി ചൈനക്കാരാണ് മരിച്ചത്. 5 കോടി ചൈനക്കാർ, 5 കോടി. ഞെട്ടിപ്പോവും കേട്ടാൽ. സ്വന്തം നാട്ടിലെ ജനങ്ങൾ ഇവരോട് യുദ്ധം ചെയ്തിട്ടൊന്നല്ല കൊന്നത്. എങ്ങനെ കൊന്നറിയോ? പട്ടിണിക്കിട്ട് കൊന്നതാണ്. പട്ടിണി കാരണം. പട്ടിണിക്കുള്ള കാരണം എന്താണെന്നറിയോ? മാവോയ്ക്ക് തോന്നിയ ചില വട്ടൻ ചിന്തകൾ. അത് മറ്റോടൊന്ന് കടമെടുത്തതാണ്. എന്ന് വെച്ചാൽ സ്റ്റാലിന്റെ കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ നിന്ന് കടമെടുത്ത ചില വട്ടൻ കൃഷിയുടെ പരിഷ്കാരങ്ങൾ. ചൈനക്കാര് കൃഷി ചെയ്ത് ഗോതമ്പും നെല്ലും ഒക്കെ ഉണ്ടാക്കുന്ന ആളുകൾ, അവരോട്
അവരുടെ പരമ്പരാഗത കൃഷി രീതികൾ മാറ്റിയിട്ട് ഇദ്ദേഹത്തിന്റെ ഭാവനയിൽ ചില രീതികൾ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു. എന്ത് സംഭവിച്ചു? കുറച്ച് 1-2 വർഷങ്ങൾ കഴിഞ്ഞുകൊണ്ട് വിളവങ്ങ് കുറഞ്ഞു. വിളവ് കുറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എന്തൊക്കെ കുറഞ്ഞാലും കൃത്യ അളവ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. ആളുകളെ പീഡിപ്പിച്ചു. അവസാനം കഴിക്കാൻ ഒന്നുമില്ലാതെ ഗ്രാമങ്ങളിൽ 5 കോടി ജനങ്ങൾ മരിച്ചു വീണു. ചരിത്രമാണ്. 5 കോടി ജനങ്ങൾ. അതിന്റെ ചില പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളെ കുറിച്ചൊക്കെ പറഞ്ഞത് എങ്ങനെയാണ്, കളിമണ്ണ് തിന്നിട്ട് അവരുടെ കുടലുകളൊക്കെ കളിമണ്ണ് നിറഞ്ഞ് ഇരിക്കുന്ന ചിത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മണ്ണാണ്, വേറെ ഒന്നും തിന്നാനില്ല. ഈ മണ്ണിൽ എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി മണ്ണ് കുഴച്ച് തിന്നു. ഈ മണ്ണ് പെട്ടെന്ന് ഉണങ്ങും, ശരീരത്തിലിരിക്കും. ഉണങ്ങി കഴിയുമ്പോൾ ഇത് വളരെ എന്താ പറയാ, സിമെന്റ് പോലെ കുടലുകളിലും ഒക്കെ ഉറച്ചിരിക്കുന്ന ചിത്രം. അങ്ങനെ 5 കോടി ജനങ്ങളെ ഈ ഒരൊറ്റ മനുഷ്യൻ കൊന്നു കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് ശേഷം. അതിന്റെ പിന്നിലുണ്ടായിരുന്ന രസകരമായ കാര്യമാണ്. ചരിത്രം പരിശോധിക്കുമ്പോൾ സ്റ്റാലിന്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു അഗ്രികൾച്ചർ സയന്റിസ്റ്റ്. അദ്ദേഹത്തിന് ലൈസൻകോ എന്നാണ്. ഈ ലൈസൻകോ എന്ന് പറയുന്ന സയന്റിസ്റ്റ്, അദ്ദേഹത്തിന് ഒരു വട്ടൻ സിദ്ധാന്തം തോന്നി. അദ്ദേഹം പറഞ്ഞ സിദ്ധാന്തം ഇതാണ്: ഈ വിളവുകൾ നടുമ്പോൾ, ഈ വിളകളൊക്കെ നടുമ്പോൾ നമ്മൾ സാധാരണ അകത്തി ഒരു പ്രത്യേക ഗ്യാപ്പിലാണല്ലോ. ഇപ്പൊ നെല്ല് നടുകയാണെങ്കിൽ തന്നെ ഒരു അകലത്തിലാണല്ലോ നടുക, ഓരോ ഞാറ് നടുന്നതിന് അകലമുണ്ട്. അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല, ഇത് ഏറ്റവും കൂട്ടി നട്ടാൽ കൂടുതൽ വിളവുണ്ടാവുന്നു. അതിന് അദ്ദേഹം കണ്ടെത്തിയ ഒരു സിദ്ധാന്തം എന്ന് വെച്ചാൽ, അതിനു മുമ്പ് ഗ്രിഗർ മെന്റൽ എന്ന് പറയുന്ന ഒരു അച്ഛനുണ്ട്, ഒരു ഓസ്ട്രേലിയൻ അച്ഛനുണ്ടായിരുന്നു. മെന്റലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഗ്രിഗർ മെന്റൽ അദ്ദേഹമാണ് ജെനറ്റിക്സിന്റെ പിതാവ്. ഹെറിഡിറ്ററി സിദ്ധാന്തം കൊണ്ടുവന്ന ആളെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം അതിനു മുമ്പേ പറഞ്ഞിരുന്നു, ഇതിനെ തീരുമാനിക്കുന്നത് ജെനറ്റിക്സ് ആണ്. ഇതിന്റെ ഒന്നിന്റെ ഈൽഡ് തീരുമാനിക്കുന്നത് ഒക്കെ ജെനറ്റിക്സ് ആണ്. അപ്പൊ അതിന്റെ ഹെറിഡിറ്ററി ആയിട്ടുള്ള പ്രത്യേകതകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പൊ ഇദ്ദേഹം ഗ്രിഗർ മെന്റലിനെ ഫുള്ളായിട്ട് നിഷേധിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയല്ല, ഇതെല്ലാം കൂട്ടി നടണം. അപ്പൊ ഒരു വാഴ നടുന്ന സ്ഥലത്ത് 3 വാഴ ഒരുമിച്ച് നടുക. അപ്പൊ 3 വലിയ കുലകൾ ഉണ്ടാവും എന്നായിരുന്നു. അത് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും അല്ലേ? പക്ഷെ ഇത് പറഞ്ഞതാണ് ലൈസൻകോ. ഈ ലൈസൻകോ പറഞ്ഞ ഈ സിദ്ധാന്തം സ്റ്റാലിൻ കണ്ണുമടച്ച് സ്വീകരിച്ചു, രാജ്യത്ത് മുഴുവൻ നടപ്പാക്കി. ഇതിനെ കോപ്പി അടിച്ച് മാവോയും ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചെന്ന് വെച്ചാല്, വൻ പട്ടിണി. അത് റഷ്യയിലും ഉണ്ടായി, ചൈനയിലും ഉണ്ടായി. ചൈനയിൽ 5 കോടി ജനങ്ങൾ മരിച്ചു. സ്റ്റാലിന്റെ കാലത്ത് മരിച്ച ജനങ്ങളുടെ എണ്ണം ഏകദേശം ഒരു 1.5 കോടിയോളം വരും. പിന്നെ ഹിറ്റ്ലറുടെ കാലത്ത് ഏകദേശം അതിനെക്കുറിച്ച് പറയുന്നത്, ഈ ഹിറ്റ്ലർ, സ്റ്റാലിൻ, മാവോ തുടങ്ങിയ വളരെ നല്ലവരായിട്ടുള്ള നേതാക്കന്മാരെല്ലാം കൂടി 10 കോടി മനുഷ്യരെ കൊന്നിട്ടുള്ളൂ. 10 കോടി മനുഷ്യരെ ഏകദേശം കണക്ക്. ഒരു വളരെ എന്താ പറയാ, ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ആണ്. 10 കോടി മനുഷ്യരെ കൊന്നിട്ടുള്ളൂ. ഇവരൊന്നും ദൈവത്തിന്റെ പേരിൽ ചെയ്ത ആളുകളല്ല. ദൈവത്തെ തള്ളിപ്പറഞ്ഞ, ദൈവ സങ്കല്പത്തെ നിരസിച്ച, ധാർമ്മികത ഇല്ല എന്ന് പറഞ്ഞ, ഓരോരുത്തരും അവനവന്റെ ചിന്തക്കനുസരിച്ച് ചെയ്യണമെന്ന് പറഞ്ഞ ആളുകൾ കൂടി ചെയ്ത കാര്യങ്ങളാണ്. ഇത് ചരിത്രമാണ്. അപ്പോ ഇത് വലിയ തെളിവുകളായിട്ട് നമുക്ക് നിരത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോഴത്തെ ആധുനിക ശാസ്ത്രം ഈ കുറെ നാളുകളായിട്ട്, കുറച്ച് പ്രത്യേകിച്ച് ഒരു 20-25 വർഷങ്ങളായിട്ട് കണ്ടെത്തിയ നിരവധി സംഭവങ്ങൾ ഇവർ പറയുന്ന സത്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ ശാസ്ത്രം ദൈവവിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുന്ന നിരവധി കണ്ടെത്തലുകൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോ നമുക്ക് തമ്മിലൊരു കൺഫോമിറ്റി ഉണ്ട്. അതിനാണ് ഈ ലോ ഓഫ് നോൺ കോൺട്രഡിക്ഷന്റെ ഏറ്റവും അടിസ്ഥാനപരമായ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ സയൻസ് അതിന്റെ അടിത്തറ ഉറപ്പിച്ചിരിക്കുന്നത് ഈ കാര്യത്തിലാണ്. ഇത് സയൻസ് അല്ലതായിരുന്നു. ഈ ലോ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് സയൻസ് അല്ല, അത് ലോജിക്കാണ്, അത് യുക്തിചിന്തയാണ്. അപ്പൊ യുക്തിപരമായിട്ടുള്ള ചിന്തയിലാണ് ശാസ്ത്രം. എന്ന് വെച്ചാൽ ശാസ്ത്രം പറയുകയാണ്, ഇപ്പോ ഞാൻ ചൂടാക്കിയപ്പോൾ ഈ സാധനം ഉരുകി, അപ്പൊ ഇത്ര ടെമ്പറേച്ചറാണ് ഉരുകിയത്, അതുകൊണ്ട് ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ്, ഇതിന്റെ ഉരുകുന്ന ടെമ്പറേച്ചർ ഇതാണ്. അപ്പൊ സ്വർണത്തിന്റെ ഉരുക്കൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് ഇതാണ്. എന്ന് വെച്ചാൽ ശാസ്ത്രം ഒരു തവണ ഉരുക്കി, അപ്പൊ ഈ ടെമ്പറേച്ചറിൽ ഉരുകി, പിന്നെ ഉരുക്കിയപ്പോ വീണ്ടും ഉരുകി, കുറെ തവണ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇതാണ് അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് മനസ്സിലായി. അപ്പോ അത് ആദ്യത്തെ പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ്, അതുകൊണ്ട് ഇതാണ് ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയും. അപ്പോ ഈ കണ്ടെത്തിയതും ഉരുക്കിയതും ഒക്കെ ശാസ്ത്രമാണെങ്കിലും ഈ പോയിന്റുകൾ എന്ന് പറയുന്ന സാധനം ലോജിക്കാണ്, അത് യുക്തിചിന്തയാണ്. അപ്പൊ യുക്തിപരമായിട്ടുള്ള എല്ലാ ചിന്തകളുടെയും അടിസ്ഥാനത്തിൽ ചിന്തിച്ചാലും ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാലും അത് രണ്ടും നമ്മെ നയിക്കുന്നത് ദൈവ സങ്കല്പത്തിലേക്കും ദൈവാധിഷ്ഠിതമായിട്ടുള്ള ലോകവീക്ഷണത്തിലേക്കുമാണ്, മറിച്ചല്ല. അപ്പൊ അവർ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്ന് നമുക്ക് ധൈര്യത്തോടെ ചിന്തിക്കാം. അപ്പൊ പറഞ്ഞു വന്നത് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ വളരെ ശക്തമായി വിശ്വാസത്തിനെതിരെയും ദൈവചിന്തക്കെതിരെയും
ആക്രമണോത്സുകതയോടെ പെരുമാറുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂ എത്തിയിസ്റ്റുകൾ, നവ നാസ്തികർ എന്ന് വിളിക്കുന്ന ആളുകൾ. മുമ്പുണ്ടായിരുന്ന നാസ്തികർ, പക്ഷെ അവർ ഇത്രമാത്രം ശക്തിയോടെയൊന്നും വിശ്വാസത്തെ ആക്രമിച്ചിരുന്നില്ല. അവര് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നൊക്കെ പറയുന്നുള്ളൂ. ഇപ്പൊ എങ്ങനെയല്ല, നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യമില്ല, നിങ്ങൾ പൊട്ടത്തരമാണ് പറയുന്നത് എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ ലോകത്തിൽ നടക്കുന്ന സകല പ്രശ്നങ്ങളുടെയും കാരണക്കാരൻ നമ്മളാണെന്ന രീതിയിൽ നമ്മളെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഇവിടെയുണ്ട്. അപ്പൊ അവര് അതിന്റെ പിന്നിലുള്ള ആളുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. 4 ആളുകൾ, പ്രധാനപ്പെട്ട ആളുകളുണ്ട്. റിച്ചാർഡ് ഡോക്കിൻസ് അതിലെ ഒരു പ്രധാനപ്പെട്ട ആളാണ്. സാം ഹാരിസ്, ക്രിസ്റ്റഫർ ഹിച്ചൻസ്, അതേപോലെ ഡാനിയൽ ഡെന്നറ്റ്. ഇത്രയും ആളുകളാണ് ഇതിന്റെ പിന്നിലുള്ള ആളുകൾ. അതിൽ ഹിച്ചൻസ് ഏതാനും വർഷങ്ങൾ മുമ്പ് മരിച്ചുപോയി. ബാക്കി 3 പേരും ജീവിച്ചിരിപ്പുണ്ട്. അവരിപ്പോഴും അങ്ങനെ ലോകം മുഴുവൻ നടന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതില് റിച്ചാർഡ് ഡോക്കിൻസ് ആണ് ബസ്സിൽ ദൈവം ഉണ്ടാവാൻ സാധ്യതയില്ല, നിങ്ങൾ ജീവിതം എൻജോയ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് ലോകത്തെ മുഴുവൻ അറിയിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് റിച്ചാർഡ് ഡോക്കിൻസ്. അപ്പോൾ അവര് പറയുന്നത് ദൈവം ഇല്ല എന്നൊരു സ്റ്റാൻഡ് അങ്ങനെ അവർ പറയില്ല. അതിന്റെ പിന്നിലുള്ള ഫിലോസഫിക്കൽ പ്രശ്നം ഉള്ളതുകൊണ്ട് ദൈവം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നേ അവർ പറയുള്ളൂ. അതാണ് നമ്മൾ പറഞ്ഞു. എന്നിട്ട് അവർ പറയുകയാണ്, അപ്പൊ നമ്മൾ പറഞ്ഞു അവർ പറയുന്ന സിദ്ധാന്തത്തെ ശാസ്ത്രം എന്നല്ല വിളിക്കേണ്ടത്, അതിന് സയന്റിസം എന്നാ വിളിക്കേണ്ടത്. ശാസ്ത്രത്തിന്റെ കുപ്പായമിട്ട ഫിലോസഫേഴ്സ് ആണ് അവര്. ജീവിത വീക്ഷണമാണ് അവർ പറയുന്നത്. അവരുടെ ജീവിത വീക്ഷണം പറയുന്നത്, അവരുടെ ലോകവീക്ഷണം പറയുന്നത്. അപ്പൊ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് സ്വയം നിരാകരിക്കുന്ന ഒരു നിലപാടാണ്, അത് തെളിയിക്കപ്പെടാത്ത ഒരു നിലപാടാണ്. കാരണം ശാസ്ത്രത്തിന്റെ പ്രിവ്യൂവിൽ പെടാത്ത നിരവധി കാര്യങ്ങൾ, ലബോറട്ടറി കൊണ്ട് ടെസ്റ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്യപ്പെടാത്ത നിരവധി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനങ്ങളായിട്ട് നമ്മൾ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുണ്ട്, അവരും സ്വീകരിക്കുന്നുണ്ട്. അവർ പറയുന്ന ശാസ്ത്രം പോലും ശാസ്ത്രമല്ല, ലോജിക്കിലാണ് അടിസ്ഥാനപ്പെട്ടത്. ലോജിക്ക് ഇല്ലെങ്കിൽ ശാസ്ത്രമില്ല. മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സാധനവും ശാസ്ത്രമല്ല. മാത്തമാറ്റിക്സ് ലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. മാത്തമാറ്റിക്സ് ശാസ്ത്രമല്ല കേട്ടോ. സയൻസിന്റെ സാധാരണ സ്ട്രിക്ട് സെൻസിൽ സയൻസ് അല്ല. അപ്പൊ മാത്തമാറ്റിക്സ് വേറൊരു പ്രിൻസിപ്പിളാണ്. ഈ മാത്തമാറ്റിക്സും ലോജിക്കുമാണ് സയൻസിന്റെ അടിസ്ഥാനങ്ങൾ. അതിന്റെ പുറത്താണ് സയൻസ് ഉണ്ടാവുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ അവരുടെ അടിസ്ഥാനം പോലും സയൻസ് അല്ല എന്ന് നമുക്ക് പറയാം. പിന്നെ സത്യം കണ്ടെത്താനായിട്ടുള്ള മറ്റ് മാർഗങ്ങൾ വേറെ ധാരാളം നമ്മുടെ മുമ്പിലുണ്ട്. ദൈവത്തെ നിഷേധിച്ച് പോയ ആളുകൾ ലോകത്തിനുണ്ടാക്കിയ ദുരന്തങ്ങളെ പോലെ മറ്റാരും ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ പേരിലുള്ള ആരോപണമാണല്ലോ, നമ്മളാണ് ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരെന്ന് പറയുമ്പോൾ ലോകത്തിലുള്ള ദൈവവിശ്വാസികളെല്ലാം ഇനിയിപ്പോ ഇസ്ലാമിക തീവ്രവാദം ഒക്കെ ചേർത്ത് വെച്ചാൽ പോലും അവരൊന്നും കൊന്നതിന്റെ എത്രയോ ഇരട്ടി ആളുകളെ ഇവര് കൊന്നിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. രാഷ്ട്രീയക്കാർ പറയും പോലെ LDF കാലത്ത്, ഇപ്പൊ UDF കാലത്ത് അങ്ങനെ ചെയ്തില്ല, അതുകൊണ്ട് LDF കാലത്ത് ഇങ്ങനെ ചെയ്യാം എന്ന് പറയല്ലോ. അവർ ചെയ്താലും നമ്മൾ ചെയ്താലും തെറ്റ് തന്നെയാണ്. എങ്കിലും വസ്തുതകൾ ചിലത് അങ്ങനെയാണ്. പിന്നെ ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞു വെച്ചതാണ്, നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള തെളിവുകൾ ചേർത്ത് വെച്ചാൽ അതിന്റെ മുഴുവൻ ശക്തിയും നമുക്കാ ഉള്ളത്, അതിന്റെ മുഴുവൻ പിൻബലവും നമുക്കാ ഉള്ളത്, അതിന്റെ മുഴുവൻ സപ്പോർട്ടും നമുക്കാ ഉള്ളത്, അവർക്കല്ല. അത് വളരെ ശക്തമായിട്ടുള്ള നമ്മുടെ ഒരു നിലപാടാണ്. നമുക്ക് അതിനെക്കുറിച്ച് അല്പം പിന്നീട് സംസാരിക്കാം.